ഇൻസ്ട്രക്ഷനകത്ത് നെക്സ്റ്റ് ടോപ്പിക്കാണ് സ്ട്രിങ് മാനിപ്പുലേഷൻ ഇൻസ്ട്രക്ഷൻ. സ്ട്രിങ്സ് നിങ്ങൾക്കറിയാം, ഇറ്റ് ഈസ് എ സീരീസ് ഓഫ് ഡേറ്റ ബൈറ്റ് അല്ലേ. ഇറ്റ് ഈസ് എ സീരീസ് ഓഫ് ഡേറ്റ ബൈറ്റ് ഓർ വേർഡ് അവൈലബിൾ ഇൻ മെമ്മറി അറ്റ് കോൺസിക്യൂട്ടീവ് ലൊക്കേഷൻസ്. അതായത് ഒരു കളക്ഷൻ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഡേറ്റാസ് അല്ലേ. അത് മിക്കവാറും അടുത്തടുത്ത മെമ്മറി ലൊക്കേഷൻസ്. സ്ട്രിങ് ഇനിയിപ്പോൾ അതിൻ്റെ ഒരു ഡെഫിനിഷൻ അതില്ല അല്ലേ. പിന്നെ ഇങ്ങനെ സ്ട്രിങ് മാനിപ്പുലേഷൻ പലയിടത്തും പഠിച്ചിട്ടുണ്ട്, പല ലാംഗ്വേജിലും. അത് നമുക്ക് വേണമെങ്കിൽ ഇൻഡിവിജ്വലി റെഫർ ചെയ്യാം, ബൈറ്റ് ബൈ ബൈറ്റ് ആയിട്ട്. അതല്ലെങ്കിൽ ഒരു സിംഗിൾ വേർഡായിട്ട്, അതല്ലെങ്കിൽ ആസ് എ സ്ട്രിങ് ആസ് എ ഹോൾ ഒരു സ്ട്രിങ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് റെഫർ ചെയ്യാം. അപ്പോൾ മെമ്മറി ഇപ്പോൾ സ്ട്രിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തേക്കുന്ന മെമ്മറി എപ്പോഴും സീക്വൻഷ്യൽ ഓർഡറിലായിരിക്കും അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് ഇതുപോലത്തെ സ്ട്രിങ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ 8086 വരുന്ന ഇൻസ്ട്രക്ഷൻസ്. ഇപ്പോൾ ഇത്രയും നേരം കൊണ്ട് നിങ്ങൾ അത്തമാറ്റിക് ഇൻസ്ട്രക്ഷൻസ്, ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ്, പിന്നെ എന്തൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ടത്, റൊട്ടേറ്റ് ഇൻസ്ട്രക്ഷൻസ്, ഷിഫ്റ്റ് ഇൻസ്ട്രക്ഷൻസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കണ്ടു അല്ലേ. അപ്പോൾ ഇനി വരുന്നതാണ് അടുത്ത കാറ്റഗറിയാണ് സ്ട്രിങ് മാനിപ്പുലേഷൻ. അതായത് സ്ട്രിങ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ്. സോ വാട്ട് ഈസ് സ്ട്രിങ് യു ഓൾറെഡി നോ. പിന്നെ അത് ഇനി എങ്ങനെയാണ് സ്ട്രിങ് മാനിപ്പുലേഷൻ ഇൻസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സ്ട്രിങ്ങിനെ റെഫർ ചെയ്യാൻ വേണ്ടി നമുക്ക് 2 പാരാമീറ്റേഴ്സ് വേണം. അതായത് സ്ട്രിങ്ങിൻ്റെ സ്റ്റാർട്ട് ആൻഡ് എൻഡ് അഡ്രസ്സ്, പിന്നെ ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത്. യൂഷ്വലി സ്റ്റാർട്ട് അഡ്രസ്സ് നമുക്ക് DS ഡേറ്റാ സെഗ്മെൻറ്റ് രജിസ്റ്റർ പ്ലസ് ആൻ ഓഫ്സെറ്റ്. നിങ്ങൾക്കറിയാം സ്റ്റാർട്ട് അഡ്രസ്സ് മിക്കവാറും സ്ട്രിങ്ങിൻ്റെ അവിടെ നിന്ന് കിട്ടും. ഡേറ്റാ സെഗ്മെൻറ്റ് രജിസ്റ്റർ പിന്നെ ഒരു ഓഫ്സെറ്റ് രജിസ്റ്റർ, അതിൻ്റെ ഒരു കോമ്പിനേഷൻ. പിന്നെ എൻഡ് അഡ്രസ്സ് നമ്മുടെ എക്സ്ട്രാ സെഗ്മെൻറ്റ് രജിസ്റ്ററിൽ നിന്ന് കിട്ടും. അങ്ങനെയാണ് അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്. ഇപ്പോൾ സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സ് എന്താ, ഡേറ്റാ സെഗ്മെൻറ്റ് എന്താണ്, എക്സ്ട്രാ സെഗ്മെൻറ്റ് എന്താണ് നിങ്ങൾ കേട്ടിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. പിന്നെ അടുത്ത സ്ട്രിങ്ങിനെ റെഫർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പാരാമീറ്ററാണ് ലെങ്ത്ത്. അപ്പോൾ ഒരു സ്ട്രിങ്ങിനെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഏത് മാനിപ്പുലേഷൻ ആണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ് സ്റ്റാർട്ട് ആൻഡ് എൻഡ് അഡ്രസ്സും പിന്നെ ലെങ്ത്ത് ഓഫ് ദ സ്ട്രിങ്. പിന്നെ ഈ സ്ട്രിങ് മാനിപ്പുലേഷനകത്ത് എങ്ങനെയായാലും പോയിൻറ്റേഴ്സ് ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ് ചെയ്യണം. ഓക്കെ, ഐദർ ഫോർവേഡ് ഓർ ബാക്ക്വേഡ്. അപ്പോൾ ആ പോയിൻറ്റേഴ്സിൻ്റെ വർക്കിംഗ് ഡിപ്പെൻഡ് ചെയ്യണേ ഡയറക്ഷൻ ഫ്ലാഗിൻ്റെ സ്റ്റാറ്റസിനെ അനുസരിച്ചിരിക്കും. അതായത് ഡയറക്ഷൻ ഫ്ലാഗ് സെറ്റ് ആണെങ്കിൽ, അതായത് ഇറ്റ് മീൻസ് ഇറ്റ് ഈസ് ആൻ ഓട്ടോ ഇൻക്രിമെൻറ്റ് മോഡ്. ദാറ്റ് ഈസ് പോയിൻറ്റേഴ്സ് +1 അങ്ങനെ പോകും, ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകും. അതല്ല DF ഓർ ഡയറക്ഷൻ ഫ്ലാഗ് സ്റ്റാറ്റസ് റീസെറ്റ് ആണെങ്കിൽ, ദാറ്റ് മീൻസ് വി ആർ ഫോളോയിങ് എ ഓട്ടോ ഡിക്രിമെൻറ്റ് മോഡ്. Okay, incrementing and decrementing of pointers in the case of string is depending on DF or direction flag status. Okay, then first instruction ആണ് move SB, MOV SB. Then what is its purpose? It moves the contents of a byte given by DS is to SI into ES is to DA. അതായത് സ്റ്റാർട്ടിങ് അഡ്രസ്സ് നമുക്ക് DS ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് നിങ്ങൾക്കറിയാം DS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ ഇൻറ്റു 10H ചെയ്യും, പ്ലസ് SI എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓഫ്സെറ്റ് കറക്റ്റ് അഡ്രസ്സ് കിട്ടാൻ. DSൽ സ്റ്റാർട്ടിങ് അഡ്രസ്സ് ഉണ്ടാവും, SIയിൽ കിടക്കുന്ന ഓഫ്സെറ്റും കൂടെ ആഡ് ചെയ്താലാണ് കറക്റ്റ് ആ സ്ട്രിങ് എവിടെ നിന്നാണ് തുടങ്ങുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ എൻ്റെ ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എവിടെ കിട്ടും, എക്സ്ട്രാ സെഗ്മെൻറ്റ് DIയിലും. ഓക്കെ, ആദ്യത്തത് SI എന്ന് പറഞ്ഞാൽ സോഴ്സ് ഇൻഡെക്സ് രജിസ്റ്ററും DI എന്ന് പറഞ്ഞാൽ ഡെസ്റ്റിനേഷൻ ഇൻഡെക്സ് രജിസ്റ്ററും. സോ ESനെ ആദ്യം 10H വെച്ച് ഇൻറ്റു ചെയ്യണം ഫോർ കൺവേർട്ടിങ് ഇൻറ്റു 20 ബിറ്റ്, പിന്നെ പ്ലസ് ചെയ്യണം DI വെച്ച്. ആ ഡിസ്പ്ലേസ്മെൻറ്റ് അവിടെയാണ് കിടക്കുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണക്കാക്കുന്നത്, സ്ട്രിങ്ങിൻ്റെ സ്റ്റാർട്ട് ആൻഡ് എൻഡ് അഡ്രസ്. ഓക്കെ, ആസ് പെർ 8086. സോ ഇതാണ് ഞാൻ പറഞ്ഞല്ലോ, 2 പാരാമീറ്റേഴ്സ് വേണം, സ്റ്റാർട്ട് ആൻഡ് എൻഡ് അഡ്രസ് ഓഫ് എ സ്ട്രിങ്. ഇപ്പോൾ സ്റ്റാർട്ട് ആൻഡ് നമ്മളിപ്പോൾ കാണുന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ മൂവ് SB, വി ആർ മൂവിങ് ദ കണ്ടൻസ് ഓഫ് എ ബൈറ്റ് ഗിവൺ ബൈ ഈ DS ബാർ ഓർ SI ഇൻറ്റു ES. ഈ DSന്ന് ESലോട്ട് മൂവ് ചെയ്യാൻ നോക്കുന്നു. ഓക്കെ, ഇനി മൂവ് SW എന്ന് പറഞ്ഞാലോ, SB ഇറ്റ് ഈസ് മൂവിങ് ബൈറ്റ് ബൈ ബൈറ്റ്. ദെൻ മൂവ് SW എന്ന് പറഞ്ഞാൽ മൂവിങ് ദ കണ്ടൻസ് വേർഡ് ബൈ വേർഡ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. സോ അവിടെ സോഴ്സായിട്ട് ആക്ട് ചെയ്യുന്നത് DS പ്ലസ് SI ആ അഡ്രസ്സും, ദെൻ ഡെസ്റ്റിനേഷനായിട്ട് ആക്ട് ചെയ്യുന്ന ES പ്ലസ് DI. പിന്നെ വേറൊരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്, REP, റിപ്പീറ്റ് ഇൻസ്ട്രക്ഷൻ പ്രിഫിക്സ്, REP. ദെൻ എന്തിനായിരിക്കും ഉപയോഗിക്കുന്നത്, ഇതൊരു വേറെ ഇൻസ്ട്രക്ഷൻ്റെ പ്രിഫിക്സ് ആയിട്ടാണ് REP ഉപയോഗിക്കുന്നത്. വേറെ, അതായത് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ പ്രിഫിക്സ് ടു അതർ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഈ REP ഒരു ഇൻസ്ട്രക്ഷന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻസ്ട്രക്ഷൻ കണ്ടിന്യൂസ്ലി റിപ്പീറ്റ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഇൻസ്ട്രക്ഷൻ എഴുതി ആഡ് AB, അതിന് മുമ്പ് REP കൊടുത്തു കഴിഞ്ഞാൽ ഈ ആഡ് AB നമ്മൾ REP ആഡ് AB, ഓക്കെ, REP ആഡ് AB എന്നാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ അത് കണ്ടിന്യൂസ്ലി എക്സിക്യൂട്ട് ചെയ്യുക. എപ്പോൾ വരെ, ടിൽ
സി എക്സ് കൗണ്ടർ രജിസ്റ്ററിൻ്റെ വാല്യൂ നോട്ട് ഈക്വൽ ടു 0 ആവുന്നത് വരെ, അതായത് 0 ആയ ആ റിപ്പീറ്റിംഗ് പ്രോസസ്സ് നിർത്താം. അപ്പോൾ നമ്മൾ REP ഒരു ഇൻസ്ട്രക്ഷന് കൊടുത്ത ആ സാധനം ആ ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്യും. ഇതുവരെ സി എക്സിൻ്റെ കൗണ്ടർ രജിസ്റ്ററിൻ്റെ വാല്യൂ 0 ആവുന്നവരെ. ഇതിൻ്റെ ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞു, എപ്പോഴും സ്ട്രിങ് റെഫർ ചെയ്യുമ്പോൾ 2 പാരാമീറ്റേഴ്സ് വേണം, സ്റ്റാർട്ട് ആൻഡ് എൻഡ് അഡ്രസ്സ്. സ്റ്റാർട്ട് അഡ്രസ്സ് എവിടെ നിന്ന് കിട്ടുമെന്ന് നിങ്ങൾക്ക് ഈ ഒരു ഫോർമുല വെച്ച് മനസ്സിലായി. ഡെസ്റ്റിനേഷൻ അഡ്രസ്സിൻ്റെ കാര്യം മനസ്സിലായി. ഇനി അടുത്തൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് ആണ്. അപ്പോൾ എപ്പോഴും സ്ട്രിങ് മാനിപ്പുലേഷനകത്ത് ലെങ്ത് സ്റ്റോർ ചെയ്യുന്ന കൗണ്ടർ രജിസ്റ്ററിലാണ്. അതാണ് ഇവിടെ സി എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്ന കാര്യം പറഞ്ഞേക്കണം. അപ്പോൾ നമുക്ക് ലെങ്ത് സി എക്സിൽ നിന്ന് കിട്ടും, സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് DS ആൻഡ് SIയുടെ ഒരു കോമ്പിനേഷനിൽ നിന്ന് കിട്ടും, ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് ES ആൻഡ് DIയുടെ കോമ്പിനേഷനിൽ കിട്ടും. ഇനി നമുക്ക് മൂവ് ഓൺ ചെയ്യുന്നെങ്കിൽ, അതായത് സ്ട്രിങ് മാനിപ്പുലേഷനുമായിട്ട് മൂവ് ഓൺ ചെയ്യണമെങ്കിൽ വേണ്ട കാര്യം DFൻ്റെ സ്റ്റാറ്റസ് ആണ്, ഡിറക്ഷൻ ഫ്ലാഗ് സ്റ്റാറ്റസ്. അതും ഓട്ടോ ഇൻക്രിമെൻറ്റ് ആൻഡ് ഡിക്രിമെൻറ്റ് മോഡിലാണോ എന്ന് കൺസിഡർ ചെയ്തിട്ട് ബാക്കിയുള്ള മാനിപ്പുലേഷൻ നിർത്താം. ഈ ഒരു എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും. ഫസ്റ്റ് ഇതിനകത്ത് ആക്ച്വലി ഇത് എഴുതി വെച്ചേക്കണ REPക്കും പിന്നെ മൂവ് SBക്കും. SB മീൻസ് ബൈറ്റ് ബൈ ബൈറ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നത്, അതിനും എക്സാമ്പിളാണ് കേട്ടോ. സോ ഫസ്റ്റ് വൺ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ AXലോട്ട് ഒരു 5000H മൂവ് ചെയ്യിച്ചു. ദാറ്റ് മീൻസ് വി ആർ ലോഡിങ് സെഗ്മെൻറ്റ് അഡ്രസ്. ഓക്കെ, സെഗ്മെൻറ്റ് അഡ്രസ്സ് വേണമല്ലോ നമുക്കിടെ സ്റ്റാർട്ട് അഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ട് സ്ട്രിങ്ങിൻ്റെ. സോഴ്സ് സെഗ്മെൻറ്റ് അഡ്രസ്സ് 5000H ആണ്. അത് ആദ്യം AXലോട്ട് അക്യുമുലേറ്ററിലോട്ട് മൂവ് ചെയ്തു, ദെൻ അക്യുമുലേറ്ററിൽ നിന്ന് DSലോട്ട്. ദെൻ അടുത്തത് ഡെസ്റ്റിനേഷൻ സെഗ്മെൻറ്റ് അഡ്രസ്സ്, അത് 6000H ആണ്. ഓക്കെ, അത് ആദ്യം AXലോട്ട് മൂവ് ചെയ്തു, പിന്നെ AXൽ നിന്ന് ESലോട്ട്. അതുപോലെ തന്നെ CX നോക്കിക്കുക, ലെങ്ത് ഓഫ് ദ സ്ട്രിങ് ഇവിടെ 0FF അതാണ് വാല്യൂ, 0FFH ആണ് വാല്യൂ. അത് നമ്മൾ CXലോട്ട് മൂവ് ചെയ്തു. CX മീൻസ് is denoting to the length of the string. Then offset value 1000H അത് SIലോട്ടും, ഡെസ്റ്റിനേഷൻ ഓഫ്സെറ്റ് എന്ന് പറയുന്നത് 2000H അത് DIലോട്ടും മൂവ് ചെയ്തു. ഇനി നമ്മൾ CLD സെറ്റ് ചെയ്യാണ്. CLD മീൻസ് CLD ഈസ് ഇൻ ഓട്ടോ ഇൻക്രിമെൻറ്റ് മോഡ്. ദാറ്റ് ഈസ് പോയിൻറ്റേഴ്സ് ഫോർവേഡായിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകണം. ദെൻ നമ്മൾ കൊടുത്തേക്കുന്ന ഒറ്റ ഇൻസ്ട്രക്ഷൻ, വാട്ട് ഈസ് ഇറ്റ്, REP MOV SB. ദാറ്റ് മീൻസ് മൂവ് SB, അതായത് ബൈറ്റ് ബൈ ബൈറ്റ് ആയിട്ട് ഈ സോഴ്സ് അഡ്രസ്സ് ചെയ്യുന്ന ഡെസ്റ്റിനേഷൻ അഡ്രസ്സിലോട്ട് സ്ട്രിങ് മൂവ് ചെയ്യും. ഓർ എൽസ് ആ പ്രോസസ്സ് കണ്ടിന്യൂസ്ലി റിപ്പീറ്റ് ചെയ്യും. REP കൊടുത്തേക്കണുണ്ടോ, ഇതുവരെ റിപ്പീറ്റ് ചെയ്യും, ഈ CXൻ്റെ വാല്യൂ 0 ആവുന്നത് വരെ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയി കണ്ടു. അതായത് മൂവ് SB REP വി ആർ ഡൂയിങ് ദ സ്ട്രിങ് മാനിപ്പുലേഷൻ. സ്ട്രിങ് മാനിപ്പുലേഷന് കണ്ടോ, ആദ്യം സോഴ്സ് അഡ്രസ്, ദെൻ ഡെസ്റ്റിനേഷൻ അഡ്രസ്, ദെൻ ലെങ്ത്, ദെൻ ഓഫ്സെറ്റും കൂടി കിട്ടിയാലാണ് ഡെസ്റ്റിനേഷൻ ആൻഡ് സോഴ്സ് അഡ്രസ്സ് കംപ്ലീറ്റ് ആവുള്ളൂ. പിന്നെ CLD ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഓട്ടോ ഇൻക്രിമെൻറ്റ് മോഡിലാണ്, മീൻസ് പോയിൻറ്റേഴ്സ് ഫോർവേഡ് മൂവ് ചെയ്യും. ദെൻ REP മൂവ് SB, റിപ്പീറ്റിംഗ് മൂവ് SB അണ്ടിൽ CX കൗണ്ട് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈ REP, അതായത് റിപ്പീറ്റിൻ്റെ 2 വേരിയേഷൻസ് ആണിത്, REPE ഓർ REPZ. ദാറ്റ് ഈസ് റിപ്പീറ്റ് ദ ഗിവൻ ഇൻസ്ട്രക്ഷൻ വൈൽ 0 ഓർ ഈക്വൽ. ഓക്കെ, then REP NZ and REP NE, that is repeat the given instruction while not equal or not 0. Z you know it is the 0 flag. ഓക്കെ, അപ്പം ഈക്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Z 0 ഫ്ലാഗ് 1 ആയിരിക്കും. നോട്ട് ഈക്വൽ മീൻസ് 0 ഫ്ലാഗ് ഈസ് 0. ഓക്കെ, സോ ഈ ഒരു ബേസിസിൽ നമുക്ക് REP ഇംപ്ലിമെൻറ്റ് ചെയ്യും. REP റിപ്പീറ്റ് ഇൻസ്ട്രക്ഷൻ പ്രിഫിക്സ്. ദെൻ CMPS കമ്പയർ സ്ട്രിങ് ബൈറ്റ് ഓർ സ്ട്രിങ് വേർഡ്. സോ കമ്പാരിസൺ, അടുത്ത സ്ട്രിങ് കമ്പാരിസൺ ആണ്. അപ്പോൾ ഈ കമ്പയർ ചെയ്യുന്ന ബൈറ്റ്സ് ഐദർ നമുക്ക് ബൈറ്റ് കമ്പയർ ചെയ്യാം, അതായത് സ്ട്രിങ്ങിലെ തന്നെ ബൈറ്റ്സ് തമ്മിൽ കമ്പയർ ചെയ്യാം, അതല്ലെങ്കിൽ 2 സ്ട്രിങ്ങിലെ വേർഡ്സ് തമ്മിൽ കമ്പയർ ചെയ്യാം. അതെങ്ങനെയായിരിക്കും, കമ്പയർസ് ദ ബൈറ്റ് അറ്റ് ESDI വിത്ത് ബൈറ്റ് അറ്റ് DSSI. ഓക്കെ, ആൻഡ് വി ആർ സെറ്റിംഗ് ഫ്ലാഗ്സ് ഓൾസോ. വാട്ട് ഈസ് ദാറ്റ്, സെറ്റ് ഓർ റീസെറ്റ് Z ഫ്ലാഗ് ആൻഡ് C ഫ്ലാഗ്. ഓക്കെ, C ഫ്ലാഗ്. ഓക്കെ, ഇഫ് ബോത്ത് ദ സ്ട്രിങ്സ് ആർ കംപ്ലീറ്റ്ലി ഈക്വൽ, അതായത് ഇപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുന്നു, നമുക്ക് കിട്ടുന്നു ബൈറ്റ് ബൈ ബൈറ്റ് ആയിട്ടോ വേർഡ് ബൈ വേർഡ് ആയിട്ടോ നമ്മൾ കമ്പയർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടി ബോത്ത് ദ സ്ട്രിങ്സ് ആർ കംപ്ലീറ്റ്ലി ഈക്വൽ. ദെൻ CX എങ്ങനെയായിരിക്കും, കൗണ്ട് തീർന്നല്ലോ, അപ്പോൾ CXൻ്റെ വാല്യൂ 0 ആൻഡ് ഓൾസോ ZF, അതായത് നമ്മുടെ 0 ഫ്ലാഗ് സെറ്റ് ആവും എന്ന് പറഞ്ഞാൽ 1 ആവും, അതർവൈസ് ZF ഈസ് 0 ഓർ റീസെറ്റ്. ഓക്കെ, ദെൻ ഞാൻ പറഞ്ഞു CMPS ഈസ് ജനറലി ഫോർ കമ്പയറിങ്, ആൻഡ് അതിനകത്ത് തന്നെ നമുക്ക് ബൈറ്റ്സ് ആയിട്ട് കമ്പയർ ചെയ്യാം, വേർഡ് ആയിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ നമ്മൾ സ്ട്രിങ് മാനിപ്പുലേഷൻ, ദെൻ ഫസ്റ്റ് വൺ മൂവിങ് ബൈറ്റ് ഓർ വേർഡ് ഇൻ എ സ്ട്രിങ്, ദെൻ റിപ്പീറ്റിങ്ങിൻ്റെ 2 ഓപ്ഷൻസ് വിത്ത് ആൻ എക്സാമ്പിൾ, ദെൻ വി ആർ മൂവിങ് ടു കമ്പയറിങ്. ഓക്കെ,
കമ്പയറിങ്ങിൻ്റെ എക്സാമ്പിളാണ് ഈ കിടക്കുന്നത്. ഫസ്റ്റ് വൺ നമ്മൾ എന്താ ചെയ്യുന്നത്? ഓക്കെ, CG1 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്രസ് ഓഫ് സ്ട്രിങ് 1 അതല്ലേ, അത് ആദ്യം എക്സിലോട്ട് മൂവ് ചെയ്യുന്നു, അതുപോലെ എക്സ് ചെയ്യുന്നു, DS-ലോട്ട് മൂവ് ചെയ്യുന്നു. ദെൻ സെക്കൻഡ് കേസ് ഡെസ്റ്റിനേഷൻ അഡ്രസ്സും അതുപോലെ തന്നെ ചെയ്യുന്നു. ദെൻ ഓഫ്സെറ്റ് വേണം, അത് SI ലും DI ലും നമ്മൾ മൂവ് ചെയ്ത് വെച്ചു. ദെൻ CX-ലോട്ട് ഇപ്പോൾ ഈ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് 010H ആണ്. ഓക്കെ, 010H ആ ലെങ്ത്ത് CX-ലോട്ട് മൂവ് ചെയ്തു. ദെൻ CLD സെറ്റ് ചെയ്തു. That means what it is it in an auto increment mode. Then REPE ആണ്, because we are comparing REPE until the strings are equal. Move on, അതായത് ഈ ഒരു കമ്പാരിസൺ, ഈ CMP SW means വേർഡ് ബൈ വേർഡ് കമ്പയർ ചെയ്യുക. അത് എവിടെ വരെ? until the strings are equal or the bytes in the both strings are equal. Okay, അപ്പോൾ എന്താ സംഭവിക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ടിൽ ഇപ്പോൾ രണ്ട് സ്ട്രിങ്സും കംപ്ലീറ്റ്ലി ഈക്വൽ ആണെങ്കിൽ, അതായത് ബൈറ്റ് ബൈ ബൈറ്റ് അത് ഈക്വൽ ആയിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ CX കൗണ്ടിൻ്റെ വാല്യൂ 0 ആവും, ZF 0 ഫ്ലാഗ് സെറ്റ് ആവും, ദാറ്റ് മീൻസ് 1 ആവും. അതർവൈസ് എവിടെയെങ്കിലും വെച്ച് ഈ സാധനം ഡ്രോപ്പ് ആവുകയാണെങ്കിൽ ആ എക്സിക്യൂഷൻ അവിടെ നിൽക്കും. ബിക്കോസ് നമ്മൾ കൊടുത്തേക്കുന്ന കണ്ടീഷനും അതാണ്, REPE ആണ്, ഈക്വലായി നിൽക്കണ വരെ ഇത് കണ്ടിന്യൂ. ആൻഡ് നോട്ട് ഈക്വലിന് ഏതെങ്കിലും ഒരു ബൈറ്റ് കാണുവാണെങ്കിൽ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട്, അതായത് മിസ് മാച്ച് ആയല്ലോ, ഒരു ബൈറ്റ് തെറ്റിയാലോ അത് രണ്ട് സ്ട്രിങ് ഈക്വൽ എന്ന് പറയാൻ പറ്റില്ല. സോ ആ കേസിൽ എന്ത് ചെയ്യും? CXൻ്റെ വാല്യൂ 0 എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, ഏതെങ്കിലും ഒരു വാല്യൂ ആയിരിക്കും. ദെൻ ZF റീസെറ്റും ആവും. ഓക്കെ, ദാറ്റ് ഈസ് ദ കേസ്. സോ എക്സാമ്പിൾ, ദെൻ SCAS സ്കാൻ സ്ട്രിങ് ബൈറ്റ് ഓർ സ്ട്രിങ് വേർഡ്. ഓക്കെ, ഇത് കമ്പാരിസൺ. ദെൻ വി ആർ മൂവിങ് ടു സ്കാനിങ്, അതായത് SCASB. അതിനകത്ത് എന്താ സംഭവിക്കുക? വി ആർ കമ്പയറിങ് ബൈറ്റ്സ് അറ്റ് ES DI വിത്ത് AL ആൻഡ് സെറ്റ് ഫ്ലാഗ്സ് അക്കോർഡിംഗ് ടു ദ റിസൾട്ട്. അതായത് ഇപ്പോൾ AL ഒരു വേർഡോ, ഇപ്പോൾ ഈ കേസിലാണെങ്കിൽ ഒരു ബൈറ്റ് ഉണ്ടാവും, ആ ബൈറ്റിനെ നമ്മൾ ES ബാർ DIയിൽ കിടക്കുന്ന സ്ട്രിങ്ങുമായിട്ട് കമ്പയർ ചെയ്യും. ഇഫ് ദർ ഇസ് എ മാച്ച് ഫൗണ്ട്, ദെൻ കറസ്പോണ്ടിങ് റിസൾട്ട് വരും. അതായത് ഒരു ഗിവൺ വേർഡ് ഒരു സബ്സ്ട്രിങ്ങിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നത് പോലെ തന്നെ. ഓക്കെ, ദെൻ SKSW മീൻസ് വേർഡ് വൈസ് കമ്പാരിസൺ. ഇപ്പോൾ ഈ കേസിലും ലെങ്ത്ത് CXൽ സ്റ്റോർ ചെയ്യും. വെൻ എവർ എ മാച്ച് ഈസ് ഫൗണ്ട് ഇൻ ദ സ്ട്രിങ്, എക്സിക്യൂഷൻ സ്റ്റോപ്സ് ആൻഡ് 0 ഫ്ലാഗ് ഈസ് സെറ്റ്. ഇഫ് നോ മാച്ച് ഈസ് ഫൗണ്ട്, ദ 0 ഫ്ലാഗ് ഈസ് റീസെറ്റ്. അപ്പോൾ അതായത് നമ്മൾ സബ്സ്ട്രിങ് എക്സ്ട്രാക്ട് ചെയ്യുന്ന പോലെ തന്നെയാണ്. പക്ഷേ ഈ കേസിൽ AXൽ കൊടുക്കുന്ന ഒരു വേർഡ് ഓർ ബൈറ്റ് കറസ്പോണ്ടിങ് ESൽ കിടക്കുന്ന സ്ട്രിങ്ങിലുണ്ടോ ഇല്ലയോ എന്ന് മാച്ച് ഫൗണ്ട് ചെയ്യും. ഓക്കെ, ഇൻ ദാറ്റ് സെൻസ്. അപ്പോൾ ഇതാണ് എക്സാമ്പിൾ. യൂഷ്വലി ചെയ്യുന്നത് പോലെ എന്താ ചെയ്യുക? ഓക്കെ, സെഗ്മെൻറ്റ് അഡ്രസ്സ് ഒരു സ്ട്രിങ് ആണല്ലോ ഉള്ളൂ. സോ അതിൻ്റെ സെഗ്മെൻറ്റ് അഡ്രസ്സ് നമ്മൾ ആദ്യം AX വഴിയാണ് ESലോട്ട് മൂവ് ചെയ്യുള്ളൂ. ദെൻ ഓഫ്സെറ്റ് DIയിലോട്ട് മൂവ് ചെയ്യിക്കുന്നു. ദെൻ ലെങ്ത് ഓഫ് ദ സ്ട്രിങ് CXലോട്ട് മൂവ് ചെയ്യിക്കുന്നു. ദെൻ ഏത് വേർഡാണ് സ്കാൻ ചെയ്യേണ്ടത് അത് AXൽ ഉണ്ടാവും. സോ ഇറ്റ് ഇസ് എ വേർഡ് ആയതുകൊണ്ടാണ് AX. ഇഫ് ഇറ്റ്സ് എ ബൈറ്റ് ഇറ്റ് വിൽ ബി ഇൻ AL. ഓക്കെ, ദെൻ AXലോട്ട് മൂവ് ചെയ്തു. ദെൻ CLD എവിടെയും വേണം. സോ ഓട്ടോ ഇൻക്രിമെൻറ്റ് മോഡ്, ബിക്കോസ് ഇൻ ദാറ്റ് സെൻസ് അതായത് സ്ട്രിങ് വേർഡ് ബൈ വേർഡായിട്ട് നമുക്ക് എന്താ പറയുക സ്കാൻ ചെയ്ത് കിട്ടണം. സോ പോയിൻ്റർ വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് CLD. ദെൻ നമ്മൾ പറഞ്ഞേക്കുന്നു REPNE റിപ്പീറ്റ് ചെയ്യണം. എങ്ങനെ? നോട്ട് ഈക്വൽ ആവുന്നത് വരെ അല്ലേ, നോട്ട് ഈക്വൽ ആവുന്നത് വരെ. ദെൻ SKSW വേർഡ്. ദെൻ സ്കാൻ 010H ബൈറ്റ്സ് ഓഫ് ദ സ്ട്രിങ് ടിൽ എ മാച്ച് ദ വേർഡ് ഈസ് ഫൗണ്ട്. സോ ആ വേർഡ് ഫൗണ്ട് ചെയ്യുന്നവരെ, നോട്ട് ഈക്വൽ ആവുന്നത് വരെ എന്ന് പറഞ്ഞ്, നോട്ട് ഈക്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ട് ഈക്വൽ ആയിട്ട് നിൽക്കണ വരെ ഇത് റിപ്പീറ്റ് ചെയ്യുക. അതായത് എവിടെയെങ്കിലും ഒരു ഈക്വൽ സിറ്റുവേഷൻ കണ്ടാൽ, മാച്ച് സിറ്റുവേഷൻ കണ്ടാൽ അത് അവിടെ നിൽക്കും. ഓക്കെ, the word is found in the word string before CX becomes 0, the ZF is set, otherwise reset. CX കൗണ്ട് തീരുന്നതിന് മുമ്പ് നമുക്ക് എവിടെയെങ്കിലും ഒരു മാച്ച് കിട്ടുവാണെങ്കിൽ ZFൻ്റെ വാല്യൂ 1 ആവും, അതർവൈസ് ഇറ്റ് ഈസ് റീസെറ്റ്. ദെൻ ഈ സ്കാനിങ് എവിടെ, അതായത് ഒരു മാച്ച് കണ്ടിന്യൂ ചെയ്യുന്നവരെ ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അത് ശ്രദ്ധിക്കുക. സോ സ്കാനിങ്. ദെൻ LODS എന്ന് പറഞ്ഞാൽ ലോഡ് സ്ട്രിങ് ബൈറ്റ് ഓർ സ്ട്രിങ് വേർഡ്. അപ്പോൾ ഇതിനകത്ത് എന്താ സംഭവിക്കുക? ഐദർ AXൽ അല്ലെങ്കിൽ ALലുള്ള രജിസ്റ്റർ കണ്ടൻറ്റ് നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, രജിസ്റ്റർ കണ്ടൻറ്റ് എങ്ങോട്ട് ചെയ്യുക? പോയിൻറ്റഡ് ബൈ DS or SI register, അതായത് load the AX bar AL register by the content of a string pointed by DS bar SI register pair. അതായത് AXലോട്ടും ALലോട്ടും നമ്മൾ ഈ കറസ്പോണ്ടിങ് DS ബാർ SIയിൽ കിടക്കുന്ന ആ സ്ട്രിങ്ങിനെ ലോഡ് ചെയ്യിക്കുക, ഐദർ വേർഡ് ബൈ വേർഡ് ഓർ ആസ് ബൈറ്റ്. ഓക്കെ, SI ഈസ് മോഡിഫൈഡ് ഓട്ടോമാറ്റിക്കലി ഡിപ്പെൻഡിങ് ഓൺ DF.
SI സോഴ്സ് ഇൻഡെക്സ് രജിസ്റ്റർ ഓട്ടോമാറ്റിക്കലി മോഡിഫൈ ചെയ്തോളൂ എന്നാണ് പറയുന്നത്. ദെൻ ഈ കേസിൽ ഫ്ലാഗ്സ് ഒന്നും അഫക്റ്റ് ആവുന്നില്ല. ലോഡ് SB ആണെങ്കിൽ വി ആർ ലോഡിങ് ബൈറ്റ്സ് ഓഫ് ഡേറ്റ ആൻഡ് ലോഡ് SW, അപ്പോൾ LODSൻ്റെ തന്നെ LODS ലോഡ് സ്ട്രിംഗ് ബൈറ്റ് ഓർ സ്ട്രിംഗ് വേർഡ്. ദെൻ ലോഡ് SB ആണെങ്കിൽ ഇറ്റ് ഈസ് ലോഡിങ് bytes of data and load SW and it is loading words of data. Okay, if we are moving or loading byte of data, then SI is modified by 1. അപ്പോൾ SI modify ആവണം, ബിക്കോസ് SIയിൽ കിടക്കുന്ന എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഓക്കെ, DS ബാർ SIയിൽ കിടക്കുന്ന രജിസ്റ്റർ, അതായത് സ്ട്രിങ്ങിനെ നമ്മൾ AX ഓർ ALോട്ട് എടുത്ത് വെക്കുകയാണ്. സോ ബൈറ്റ് ഓഫ് ഡേറ്റയാണ് ലോഡ് ചെയ്തതെങ്കിൽ SI 1+1 ഇൻക്രിമെൻറ്റഡ് ആവും. ദെൻ വേർഡ് ഓഫ് ഡേറ്റ ആണെങ്കിൽ SI 2 വെച്ച് ഇൻക്രിമെൻ്റ് ആവും. വേർഡ് ആണ്, ദാറ്റ് മീൻസ് 2. ഓക്കെ, ദെൻ SQS ആണെങ്കിലോ എന്ത് ചെയ്യും? ഈ AX ബാർ AL രജിസ്റ്ററിൽ കണ്ടൻസ് നമ്മൾ കറസ്പോണ്ടിങ് ES ബാർ DIയിൽ ഓക്കെ അങ്ങോട്ട് ലോഡ് ചെയ്യണം. ഓക്കെ, സ്റ്റോർ ദ AX ബാർ AL രജിസ്റ്റർ കണ്ടൻസ് ടു എ ലൊക്കേഷൻ സ്പെസിഫൈഡ് ഇൻ ദ സ്ട്രിങ് പോയിൻറ്റഡ് ബൈ ES ബാർ DI. ഓക്കെ, ഒരു സ്ട്രിങ്ങിൻ്റെ പർട്ടിക്കുലർ ലൊക്കേഷൻ ഈ പറയുന്നത്, അതായത് നമുക്കിപ്പോൾ സ്റ്റോർ ചെയ്യേണ്ടത് AXലും ALലും എന്തെങ്കിലും വാല്യൂ ഉണ്ടെന്ന് വെച്ചോ. ഐദർ ബൈറ്റ് ആയിരിക്കും, അത് വേർഡ് അല്ലെങ്കിൽ വേർഡ് ആയിരിക്കും. ഈ ബൈറ്റ് അല്ലെങ്കിൽ വേർഡ് ഈ ES ബാർ DI എക്സ്ട്രാ സെഗ്മെൻറ്റ് ഓർ കറസ്പോണ്ടിങ് ആ DIയുടെ ഓഫ്സെറ്റിൽ വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്ന അഡ്രസ്സ്, ആ അഡ്രസ്സിൽ കിടക്കുന്ന സ്ട്രിങ്ങിൻ്റെ ഏതെങ്കിലും ഒരു കറസ്പോണ്ടിങ് പൊസിഷനിലോട്ട് പൊസിഷനിലോട്ട് എൻ്റർ ആവും. ഓക്കെ, ഹിയർ DI ഡെസ്റ്റിനേഷൻ ഇൻഡെക്സ് ആണ് മോഡിഫൈ ആവുന്നത്. അപ്പോൾ അതെങ്ങനെയായിരിക്കും? 0 ഫോർ ബൈറ്റ്, ദെൻ DI is modified based on DF അല്ലേ? DF എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഡയറക്ഷൻ ഫ്ലാഗ്, അത് 0 ആണോ 1 ആണോ ആ ബേസിൽ DI മോഡിഫൈ. ഇതിനകത്ത് ഫ്ലാഗ് ഒന്നും അഫക്റ്റഡ് ആവുന്നില്ല. സോ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. സിമ്പിൾ പോർഷനാണ്, ഞാൻ കുറച്ച് വലിച്ചു നീട്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പോൾ ഇതിങ്ങനെ ഒരു മീൻസ് ലെക്ചറായിട്ട് ഞാൻ പ്ലേസ് ചെയ്യുവാണല്ലോ, അതുകൊണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് മനസ്സിലാക്കുക വാട്ട് ഈസ് എ സ്ട്രിങ്. അത് ഓൾറെഡി നിങ്ങൾക്കറിയാം എന്താ സ്ട്രിങ് എന്ന്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. ഇൻ 8086 ദി ഇൻസ്ട്രക്ഷൻസ് വി ആർ യൂസ് ടു മാനിപ്പുലേറ്റിംഗ് ദ സ്ട്രിങ്സ് ആർ നോൺ ആസ് സ്ട്രിങ് മാനിപ്പുലേഷൻ ഇൻസ്ട്രക്ഷൻ. പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സ്ട്രിങ്ങിനെ റെഫർ ചെയ്യാൻ വേണ്ടി 2 പാരാമീറ്റേഴ്സ് നമുക്ക് വേണം. ഏതൊക്കെയാണ് 2 പാരാമീറ്റേഴ്സ്? സ്റ്റാർട്ട് ആൻഡ് എൻഡ് അഡ്രസ് ഓഫ് ദ സ്ട്രിങ്, ലെങ്ത് ഓഫ് ദ സ്ട്രിങ് അല്ലേ? ഓൾസോ ഈ പോയിൻ്റർ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്ന് അറിയാം. സ്ട്രിങ് മാനിപ്പുലേഷനാണ്, സോ ദർ മസ്റ്റ് ബി എ പോയിൻ്റർ. അതിന് വേണ്ടിയിട്ട് DF സ്റ്റാറ്റസ്, ഡയറക്ഷൻ ഫ്ലാഗിൻ്റെ സ്റ്റാറ്റസും ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഫസ്റ്റ് വൺ സ്റ്റാർട്ട് ചെയ്യുന്നത് മൂവ് SB, മൂവ് ചെയ്യണം. എവിടെ നിന്ന് എങ്ങോട്ടെന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് അഡ്രസ് ഈസ് ഓൾവേസ് ഇൻ 10H/DS പ്ലസ് SI means source index register. Then destination address is always in 10H/DS plus DI, that is destination index register. That is നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച ഫിസിക്കൽ അഡ്രസ് കാൽക്കുലേഷൻ. യു നോ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഓഫ്സെറ്റ്. ദെൻ എങ്ങനെയാണ് ഓഫ്സെറ്റും കറസ്പോണ്ടിങ് DSും കൂടെ ആഡ് ചെയ്ത് നമുക്ക് അഡ്രസ്സ് കിട്ടുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. പിന്നെ നമുക്കറിയാം മൂവിൻ്റെ തന്നെ ഒരു വേരിയേഷൻ പോലെ SW പറയുന്നുണ്ട്. ദാറ്റ് ഈസ് വി ആർ മൂവിങ് കണ്ടൻസ് ഓഫ് വേർഡ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷനാണ് REP, റിപ്പീറ്റിംഗ്. ഓക്കെ, എന്തിൻ്റെ ബേസിൽ റിപ്പീറ്റ് ചെയ്യും? CXൻ്റെ കൗണ്ട്, ബിക്കോസ് CXലാണ് ലെങ്ത് ഓഫ് ദ സ്ട്രിങ് ഇരിക്കുന്നത്. ആ CX 0 ആവുന്നവരാണ് യൂഷ്വലി REP റിപ്പീറ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു എക്സാമ്പിളിൽ REP മൂവ് SB എന്നാണ് പറഞ്ഞേക്കുന്നത്. ദാറ്റ് ഈസ് വി ആർ റിപ്പീറ്റിംഗ് ദാറ്റ് മൂവ് ഓപ്പറേഷൻ. ദാറ്റ് ഈസ് വി ആർ എന്താ പറയുക, മൊത്തമായിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. സോഴ്സിലുള്ള സാധനം ഡെസ്റ്റിനേഷനിലുള്ള ട്രാൻസ്ഫർ ചെയ്ത് വിടുന്നു. ഈ ഒരു REP എപ്പോൾ സ്റ്റോപ്പ് ആവും? CX 0 ആകുമ്പോൾ. ഓക്കെ, അതുപോലെ REPയുടെ വേരിയേഷൻസ് REPE, REPNZ. ഓക്കെ, ദെൻ കമ്പയർ ചെയ്യുന്നത്, കമ്പയറിലോട്ട് വന്നു. CMPS എന്നാണ് പറയുന്നത്. ഐദർ ബൈറ്റ് കമ്പയർ ചെയ്യാം, ദെൻ വേർഡ് കമ്പയർ ചെയ്യാം. എങ്ങനെയാണ് കമ്പയർ ചെയ്യണത്? നമ്മൾ എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത്? REPE, അതായത് ആ ഈക്വൽ സിറ്റുവേഷൻ നിൽക്കുന്നത് വരെ കമ്പാരിസൺ SW എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ഫോളോ അപ്പ് ചെയ്യും. നോട്ട് ഈക്വൽ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. അതായത് ഇത് CX കൗണ്ട് 0 ആവുന്നത് വരെ ഇത് കണ്ടിന്യൂ ചെയ്യുവാണ്. ഇത് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ 2 സ്ട്രിങ്ങും കംപ്ലീറ്റ്ലി ഈക്വൽ ആണ്. അതർവൈസ് ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് വരുന്നു, നോട്ട് ഈക്വൽ. ദെൻ ZF ഈസ് റീസെറ്റ്. ZF ഓർക്കണം, എന്താണ് 0 ഫ്ലാഗ്. ഓക്കെ, SCAS, സ്കാൻ ബൈറ്റ് ഓർ സ്ട്രിങ് ബൈറ്റ് ഓർ സ്ട്രിങ് വേർഡ്. ഈ കേസിലും നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ AX ഓർ ALൽ എന്ത് കാണും? ഒരു എന്താ കാണുന്നത്? AX ഓർ ALൽ വേർഡ്, സ്കാൻ ചെയ്യേണ്ട വേർഡ് അല്ലേ? സോ സ്കാൻ ചെയ്യേണ്ട ആ വേർഡ് എന്ത് ചെയ്യണം നമുക്ക്? ഓക്കെ,
ആ വേർഡും കറസ്പോണ്ടിങ് സ്ട്രിങ്, ആ സ്ട്രിങ് എവിടെയാണ് നമുക്കിപ്പോൾ ഉള്ള ESലുണ്ട്, ഓക്കെ, എക്സ്ട്രാ സെഗ്മെൻറ്റ് രജിസ്റ്ററിലുണ്ട്. സോ അതുമായിട്ട് കമ്പയർ ചെയ്യുക. അതിന് നമുക്ക് CLD വേണം, ബിക്കോസ് വി ആർ യൂസിങ് പോയിൻറ്റേഴ്സ്. ദെൻ ഇത് എവിടം വരെ റിപ്പീറ്റ് ചെയ്യുന്ന പറഞ്ഞേക്കണം, നോട്ട് ഈക്വൽ ആയിട്ടിരിക്കുന്നത് വരെ. എവിടെയെങ്കിലും ഒരു ഈക്വൽ സിറ്റുവേഷൻ കണ്ടു എന്ന് പറഞ്ഞാൽ ഓക്കെ ദർ ഇസ് എ മാച്ച്, അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് നമുക്ക് റെസ്പോൺസ് തരാം. ഓക്കെ, ദെൻ അതർവൈസ് ആ സ്കാനിങ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും അണ്ടിൽ എ മാച്ച് ഈസ് ഫൗണ്ട്. ദെൻ LODS, ഈ കണ്ടിന്യൂ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CX 0 ആവുന്നവരെ കേട്ടോ കണ്ടിന്യൂ ചെയ്യുള്ളൂ. ഓക്കെ, ലെങ്ത് ഉണ്ടല്ലോ CXൽ, അതുവരെ സ്കാനിങ് കണ്ടിന്യൂ ചെയ്യുള്ളൂ. ദെൻ LODS, വി ആർ ലോഡിങ്, എവിടെ നിന്ന് ഇങ്ങോട്ട് AX അല്ലെങ്കിൽ AL രജിസ്റ്ററിലെ കണ്ടൻറ്റ് എങ്ങോട്ട് മൂവ് ചെയ്യുക, ലോഡ്സ് AX or AL രജിസ്റ്റർ ബൈ AX or AL രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്യും. എന്ത് വെച്ച്? ബൈ ദ കണ്ടൻറ്റ് ഓഫ് എ സ്ട്രിങ് പോയിൻറ്റഡ് ബൈ DS or SI പെയർ. അപ്പോൾ DS അല്ലെങ്കിൽ SIയിൽ പെയർ കിടക്കുന്ന സ്ട്രിങ്ങിൻ്റെ എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് വെച്ച് AX or AL രജിസ്റ്റർ മൂവ് ചെയ്യുക. ഇഫ് ദാറ്റ് കണ്ടൻറ്റ് ഈസ് എ ബൈറ്റ്, വി ആർ കോളിംഗ് ദിസ് ആസ് LODSB. If that content is a word, we are calling this as LODSW. Then word ആണ് പോകുന്നതെങ്കിൽ SI 2 വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്യും. ദെൻ ബൈറ്റ് ആണെങ്കിൽ 1 വെച്ച്. അതുപോലെ അതിൻ്റെ ഓപ്പോസിറ്റ്, അതായത് AX bar AL രജിസ്റ്ററിലെ കണ്ടൻറ്റ് കറസ്പോണ്ടിങ് സ്ട്രിങ്ങിലോട്ട് ആഡ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണ് STOS. അതും വേർഡ് ഓർ ബൈറ്റ്, ആ 2 ഓപ്ഷൻസ് ഉണ്ട്. സോ അവിടെ സ്ട്രിങ് മാനിപ്പുലേഷൻ ഓപ്പറേഷൻസ് തീരെയാണ്. ദെൻ അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ഫ്ലാഗ് മാനിപ്പുലേഷൻ ആൻഡ് പ്രോസസ്സർ കൺട്രോൾ ഇൻസ്ട്രക്ഷൻ. ഫ്ലാഗ് മാനിപ്പുലേഷൻ വാട്ട് ഈസ് അതെന്തിനായിരിക്കും അതിൻ്റെ പർപ്പസ്? മോഡിഫൈ അല്ലേ, സം ഫ്ലാഗ്സ് അല്ലെങ്കിൽ ഫ്ലാഗ്സിൻ്റെ വാല്യൂ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സെറ്റ് ഓർ റീസെറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് വരുന്നതാണ് CLC, ക്ലിയർ ക്യാരി ഫ്ലാഗ്. ഓക്കെ, ക്യാരി ഫ്ലാഗ് ക്ലിയർ ചെയ്യാൻ അതിനകത്ത് തന്നെയുണ്ട്. CMC, കോംപ്ലിമെൻറ്റ് ക്യാരി ഫ്ലാഗ്. ക്യാരി ഫ്ലാഗിൽ ഇപ്പോൾ 0 ആണെങ്കിൽ 1 ആക്കും. ഓക്കെ, ദെൻ STC, സെറ്റ് ക്യാരി ഫ്ലാഗ്. CLD, ക്ലിയർ ഡയറക്ഷൻ ഫ്ലാഗ്, ഡയറക്ഷൻ ഫ്ലാഗ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതെപ്പോഴും നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ട്, കണ്ടോ, CLD. ദെൻ സെറ്റ് ഡയറക്ഷൻ ഫ്ലാഗ്, STD, ക്ലിയർ ഇൻട്രപ്റ്റ് ഫ്ലാഗ്, CLI, സെറ്റ് ഇൻട്രപ്റ്റ് ഫ്ലാഗ്, STI. സോ ഇതൊക്കെയാണ് മെയിൻലി ഫ്ലാഗ് മാനിപ്പുലേഷൻ ഇൻസ്ട്രക്ഷൻ. അതിൻ്റെ ആ ഒരു എക്സ്പ്ലനേഷൻ, അതിൻ്റെ ആ നമുക്ക് അബ്രീവിയേഷൻ ഇത് ചെയ്യുമ്പോൾ ഡിഫൈൻ ചെയ്യുമ്പോൾ തന്നെ കിട്ടും. CLC മീൻസ് ക്ലിയർ ക്യാരി ഫ്ലാഗ്. അപ്പോൾ അതിനകത്ത് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ കിട്ടുന്നുണ്ട്. ദെൻ മെഷീൻ കൺട്രോൾ ഇൻസ്ട്രക്ഷൻ. വെയിറ്റ് എന്തിനായിരിക്കും? അതായത് ടെസ്റ്റ് ഇൻപുട്ട് പിൻ ഹൈ സ്റ്റേറ്റിലാണെങ്കിൽ മാത്രമാണ് പ്രോസസ്സർ കണ്ടിന്യൂസ്ലി എക്സിക്യൂട്ട് ആവുള്ളൂ. നമ്മൾ പിന്ന് പഠിച്ചു, പിൻ ഡയഗ്രാം വ്യക്തമായിട്ട് പഠിച്ചാണ്, ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചാണ്. സോ ഈ വെയിറ്റ് ഇൻസ്ട്രക്ഷൻ എപ്പോഴാണ് വരിക? ടെസ്റ്റ് ഇൻപുട്ട് പിൻ, അതായത് ഇൻപുട്ട് പിൻ ആക്റ്റീവ് ഹൈ മീൻസ് ലോയിലാവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതായത് ഹൈ എന്ന് പറഞ്ഞ സിറ്റുവേഷനിലാണ് ഇൻപുട്ട് പിൻ, ടെസ്റ്റ് ഇൻപുട്ട് പിൻ എങ്കിൽ ദാറ്റ് മീൻസ് ദ പ്രോസസ്സർ നീഡ് ടു വെയിറ്റ്. Then this instruction is executed. Okay, test input pin high ആണെങ്കിൽ പ്രോസസ്സറിന് അന്നേരം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ് മസ്റ്റ് എൻ്റർ ദിസ് വെയിറ്റ് സ്റ്റേറ്റ്. ഓക്കെ, ഓർ വെയിറ്റ്, ഇറ്റ് മസ്റ്റ് കോൾ ദിസ് വെയിറ്റ് കൺട്രോൾ ഇൻസ്ട്രക്ഷൻ. സോ വെയിറ്റ്, അപ്പോൾ ഇത് വെയിറ്റ് ചെയ്യാൻ എത്ര വരെയാ? ടെസ്റ്റ് ഇൻപുട്ട് പിൻ ലോ ആവുന്നത് വരെ. ലോ ആയി കഴിഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ലോ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ദെൻ ഹോൾഡ് ദ പ്രോസസ്സർ. എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ HLT ഹോൾട്ട് ചെയ്യാം നമുക്ക് പ്രോസസ്സറിനെ. ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിൽ നിന്നൊന്ന് ഡിസ്റ്റർബ് ചെയ്തിട്ട് തൽക്കാലത്തേന് നിർത്താൻ വേണ്ടി പറയാം. ദാറ്റ് ഈസ് ഹോൾഡ്. NOP, നോ ഓപ്പറേഷൻ. ദാറ്റ് ഈസ് NOP മീൻസ് ദ പ്രോസസ്സർ ഡസ് നോട്ട് പെർഫോം എനി ഓപ്പറേഷൻ. ഒരു 4 ക്ലോക്ക് സൈക്കിൾസ് വരെ പ്രോസസ്സർ ഒന്നും ചെയ്യാണ്ട് നിൽക്കുന്നു, എക്സെപ്റ്റ്, അതായത് ആകെപ്പാട് ചെയ്യുന്ന പണി ആ സമയത്ത് IP ഇൻക്രിമെൻ്റ് ആയിക്കൊണ്ടിരിക്കും. ദാറ്റ് ഈസ് NOP. ദെൻ ESC, എസ്കേപ്പ് ടു എക്സ്റ്റേണൽ ഡിവൈസ് ലൈക്ക് NDP, എസ്കേപ്പ്. ദെൻ ലോക്ക്, ബസ് ലോക്ക് ഇൻസ്ട്രക്ഷൻ പ്രിഫിക്സ്, ലോക്ക്. അതായത് അറ്റ് എ ടൈം ഇഫ് ദ ഒരു പാർട്ടാണ് പ്രോസസ്സറിൻ്റെ ഒരു പാർട്ട് ബസ് യൂസ് ചെയ്യുകയാണെങ്കിൽ മറ്റേ ആൾക്കാർക്കൊന്നും എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എക്സ്റ്റേണലിൽ വരുന്ന പെരിഫറൽ ഡിവൈസിന് ബസ് എടുക്കാൻ പറ്റില്ല. ആ ഒരു കാര്യം ലോക്ക്. എസ്കേപ്പ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ ഡിവൈസിലോട്ട് പെട്ടെന്ന് നമുക്ക് എന്താ പറയുക, പ്രോസസ്സർ ആക്ടിവിറ്റി ഡീവിയേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് അതിന് വേണ്ടിയിട്ടാണ് എസ്കേപ്പ് ESC ഉപയോഗിക്കുന്നത്. സോ വെയിറ്റ്, ഹോൾട്ട്, NOP, ESC, ലോക്ക്. ഓക്കെ, അതാണ് എന്ത് മെഷീൻ കൺട്രോൾ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ കണ്ടത് സ്ട്രിങ് മാനിപ്പുലേഷൻ കണ്ടു, ഇപ്പോഴത്തെ ഫ്ലാഗ് മാനിപ്പുലേഷൻ ഇൻസ്ട്രക്ഷൻസ് കണ്ടു, മെഷീൻ കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ് കണ്ടു. ഇനി നെക്സ്റ്റ് പറയുന്നത് കൺട്രോൾ ട്രാൻസ്ഫർ ഓർ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ. ഇപ്പോൾ ഈ ഒരു കൺട്രോൾ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ ഏത് സമയത്തായിരിക്കും വരിക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പർപ്പസ് എന്തായിരിക്കും? അതായത് വി ആർ ട്രാൻസ്ഫറിങ് ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം ടു എ ന്യൂ സ്പെസിഫൈഡ് അഡ്രസ് ഇൻ ദ ഇൻസ്ട്രക്ഷൻ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. അതായത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓർഡർ വിട്ടിട്ട് വേറെ എങ്ങോട്ടോ പോകുന്നു അല്ലേ. സോ ആ കേസിലാണ് ഈ കൺട്രോൾ ട്രാൻസ്ഫർ ഓർ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ വേണ്ടി വരുന്നത്.
then when this type of instruction is executed, the CS and IP register, അതായത് this code segment and instruction pointer register get loaded with values of CS and IP corresponding to the location where the flow of execution is going to be transferred. അതായത് നമ്മളിപ്പോൾ ഒരു കറണ്ട് പൊസിഷനിൽ നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും അക്കോർഡിംഗ് ടു ദിസ് ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വെച്ചായിരിക്കും നമ്മൾ ആ റെഗുലർ ഓർഡർ ഫ്ലോ മാറി വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നു, വേറെ ഒരു നമ്മുടെ ഇൻസ്ട്രക്ഷനിൽ തന്നേക്കുന്ന റിലേറ്റീവ് അഡ്രസ്സ് ഉണ്ട്, അങ്ങോട്ട് മാറുന്നു. അപ്പോൾ സംഭവിക്കുന്ന CS ആൻഡ് IP മോഡിഫൈ ആവും. CS ആൻഡ് IP കോഡ് സെഗ്മെൻറ്റിലെയും ഇൻസ്ട്രക്ഷൻ പോയിൻ്ററിലെയും വാല്യൂ എന്ത് വെച്ച് റീപ്ലേസ് ആവും, എങ്ങോട്ടാണോ ആ ട്രാൻസ്ഫർ പോകുന്നത്, ആ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ ട്രാൻസ്ഫർ ആണോ അത് വെച്ച് റീപ്ലേസ് ആവും. സോ ഈ ഒരു ബ്രാഞ്ചിങ്ങിൻ്റെ കേസിൽ അഫക്റ്റഡ് ആവുന്ന 2 ഫാക്ടേഴ്സാണ് CS ആൻഡ് IP. ഓക്കെ, ഇൻസ്ട്രക്ഷൻ പോയിൻ്റർ ആൻഡ് കോഡ് സെഗ്മെൻറ്റ്. നിങ്ങൾ ആ ഇൻ്റർ സെഗ്മെൻറ്റ് ആൻഡ് ഇൻട്രാ സെഗ്മെൻറ്റ് അഡ്രസ്സിങ് മോഡ് പഠിച്ചപ്പോൾ ഈ ഒരു കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചായിരുന്നു. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് കേട്ടിട്ടുണ്ടാവും. അത് എക്സ്പെഷ്യലി ആ ഒരു കൺട്രോൾ ഫ്ലോ അല്ലെങ്കിൽ ബ്രാഞ്ചിങ്ങിൻ്റെ കേസിലാണ് നമ്മൾ അവിടെ അഡ്രസ്സിങ് മോഡ് പഠിച്ചത്. ആ ഇൻ്റർ സെഗ്മെൻറ്റ് ആൻഡ് ഇൻട്രാ സെഗ്മെൻറ്റ് അഡ്രസ്സിങ് മോഡിലാണ് CS. അതിനകത്ത് CS ആണ് മോഡിഫൈ ചെയ്യുന്നത്. ചില കേസിൽ IP മാത്രമേ മോഡിഫൈ ആവുള്ളൂ, അല്ലെങ്കിൽ ചില കേസിൽ CS ആൻഡ് IP ബോത്ത് മോഡിഫൈ ആവും എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചായിരുന്നു. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയും കാര്യം, ഇഫ് യു ആർ ഡീലിംഗ് വിത്ത് കൺട്രോൾ ട്രാൻസ്ഫർ ബ്രാഞ്ചിങ്, ദെൻ ചേഞ്ചസ് ഈസ് ഹാപ്പനിങ് ഇൻ വേർ CS ആൻഡ് IP കോഡ് സെഗ്മെൻറ്റ് ആൻഡ് ഇൻസ്ട്രക്ഷൻ പോയിൻ്റർ രജിസ്റ്റർ. ഇനി 2 ടൈപ്സ് ഓഫ് കൺട്രോൾ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ നമുക്ക് പറയാൻ പറ്റും. ഫസ്റ്റ് വൺ ഈസ് അൺകണ്ടീഷണൽ. ഓക്കെ, അൺകണ്ടീഷണൽ ആൻഡ് കണ്ടീഷണൽ. ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്, നിങ്ങൾ ഒത്തിരി പഠിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ 8086ൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഏതാണെന്ന് നോക്കിയാൽ മതി. ഓക്കെ, അൺകണ്ടീഷണൽ മീൻസ് എപ്പോഴും എക്സിക്യൂട്ട് ചെയ്യാൻ കണ്ടീഷൻ ഇല്ല. ദീസ് ഇൻസ്ട്രക്ഷൻ ഓൾവേസ് എക്സിക്യൂട്ട്, റൈറ്റ്? ദെൻ അതിന് എക്സാമ്പിളാണ് കോൾ. ഇറ്റ് കോൾസ് എ സബ് റൂട്ടീൻ ആൻഡ് സേവ്സ് ദ റിട്ടേൺസ് അഡ്രസ് ഓൺ ദ സ്റ്റാക്ക്. കോൾ മീൻസ് ആ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നിർത്തി കോൾ ചെയ്ത് സബ് റൂട്ടീനിലോട്ട് പോകുന്നു, അല്ലേ? എന്നിട്ട് തിരിച്ച് വരാനുള്ള അഡ്രസ്സ് എവിടെ ആ പോകുന്ന വഴിക്ക് സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്യും, സ്റ്റാക്കിൽ. ഓക്കെ, സ്റ്റാക്ക് മീൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. സബ് റൂട്ടീൻ എക്സിക്യൂഷൻ്റെ കേസിൽ നമ്മൾ വെനെവർ എ സബ് റൂട്ടീൻ ഈസ് കോൾഡ് അതിൻ്റെ കറസ്പോണ്ടിങ് ഡീറ്റെയിൽസ് വരുന്ന ഒരു ഫ്രെയിം, ഓക്കെ, ഒരു സ്റ്റാക്ക് ഫ്രെയിം ആഡപ്പ് ആവും മെമ്മറിയിലോട്ട്. ആക്ച്വലി സബ് റൂട്ടീൻസിന് സേവ് ചെയ്യാൻ വേണ്ടി മെമ്മറിയിലെ സ്റ്റാക്ക് പോർഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു സബ് റൂട്ടീനെ വിളിക്കുന്നു, അതിൻ്റെ ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഫ്രെയിം സ്റ്റാക്കിലോട്ട് പോകും. ദെൻ ആ സബ് റൂട്ടീനിൽ നിന്നുകൊണ്ട് അടുത്ത സബ് റൂട്ടീനെ കോൾ ചെയ്യുന്ന വെച്ചാൽ ദെൻ അതിൻ്റെ ഡീറ്റെയിൽസ് മെമ്മറിയിലോട്ട് ആഡപ്പ് ആയി പോകും ഒരു ഫ്രെയിമായിട്ട്. അത് ഈ റിട്ടേൺ ചെയ്യുന്നതനുസരിച്ച് സ്റ്റാക്കിൽ നിന്ന് സാധനങ്ങൾ ഇറങ്ങിപ്പോകും, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആ ഓർഡറിൽ. ഓക്കെ, അതാണ് പറഞ്ഞത് കോൾസ് എ സബ് റൂട്ടീൻ ആൻഡ് സേവ്സ് ദ റിട്ടേൺ അഡ്രസ് ഓൺ ദ സ്റ്റാക്ക്, ബിക്കോസ് അതിന് തിരിച്ചു വരണമല്ലോ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട്. ദെൻ നിയർ കോൾ ഇസ് എ 3 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, ഇതെല്ലാം അൺകണ്ടീഷണലാണ് കേട്ടോ. ദെൻ ഫസ്റ്റ് ബൈറ്റ് op code, second and third byte indicate the displacement in the same segment. അതായത് near call means we are moving to, or we are branching to, or we are transferring the control to what? Another address in the same segment. Another address in the same segment. Okay. And then push IP. അതായത് near call execute ചെയ്യണമെങ്കിലും എന്ത് ചെയ്യണം? ബ്രാഞ്ചിങ്ങിന് ബിഫോർ, അതായത് റിട്ടേൺ അഡ്രസ്സ് നമ്മൾ IP-യിൽ പുഷ് ചെയ്തിട്ടുണ്ടാവണം. നിയർ കോൾ ആണെങ്കിൽ പോലും കോളിൽ തന്നെ ഉള്ളതാണ് നിയർ കോൾ. ഫാർ കോൾ മീൻസ് അതായത് സെയിം സെഗ്മെൻറ്റിലോട്ട് ബ്രാഞ്ച് ചെയ്യണമെന്നില്ല, ഓർ കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യണമെന്നില്ല. ഇറ്റ് ക്യാൻ മൂവ്, ഓർ ഫാർ കോൾ മീൻസ് ഇറ്റ് ക്യാൻ മൂവ് ടു എനിവെയർ ഇൻ ദ 1 MB മെമ്മറി. ഓക്കെ, ഇറ്റ് ഇസ് എ 5 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ. സോ ഇത് നിയർ കോൾ 3 ബൈറ്റ് ആയിരുന്നു, ഇത് 5 ബൈറ്റ് ആയിരുന്നു. ഇതിൻ്റെ ഫസ്റ്റ് ബൈറ്റിൽ എന്തുണ്ട്? ഓപ്പ് കോഡ്. അതിൻ്റെ ഫസ്റ്റ് ബൈറ്റിൽ ഉണ്ടായിരുന്നു ഓപ്പ് കോഡ്. ദെൻ സെക്കൻഡ് ആൻഡ് തേർഡ് ബൈറ്റിൽ ഇവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ആയിരുന്നു, ഇവിടെ എന്താണ്? ന്യൂ കണ്ടൻറ്റ് ഓഫ് IP. ഓക്കെ, ദെൻ 4-5 ന്യൂ കണ്ടൻറ്റ് ഓഫ് CS. അതായത് ലോ ബിറ്റും IP-യുടെ ലോ ഓർഡർ ബിറ്റ്സും ഹയർ ഓർഡർ ബിറ്റ്സും, അതിന് വേണ്ടി 2 ബൈറ്റ്. ദെൻ അതുപോലെ CS-ലെ ലോ ഓർഡർ ബിറ്റ്സും ഹയർ ഓർഡർ ബിറ്റ്സും. ഓക്കെ, ഇങ്ങനെയാണ് നിയർ ആൻഡ് ഫാർ കോൾ. ഇതെല്ലാം അൺകണ്ടീഷണലാണ്. ദെൻ RET എന്തിനായിരിക്കും? when RET is executed, the previously stored content of IP and CS along with flags are retrieved into CS and IP and flag register from stack. Okay, and execution of main program continue. അതായത് ഇപ്പം RET എന്ന് പറയുന്ന റിട്ടേൺ ചെയ്യേണ്ട ഏത് സന്ദർഭത്തിലാണ്? വി ആർ കോളിങ് എ സബ് റൂട്ടീൻ, അവിടെ പോയി അതിൻ്റെ എക്സിക്യൂഷൻ കഴിഞ്ഞ് വി ആർ റിട്ടേൺ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? പ്രീവിയസ്ലി സ്റ്റോർഡ് ആയിട്ടുള്ള IP and CS, അതായത് സബ് റൂട്ടീനോട്ട് പോകുമ്പോൾ ആ സബ് റൂട്ടീൻ്റെ അതായത് പോണ അഡ്രസ്സ് IP-ലും CS-ലും സ്റ്റോർ ആവും. ഓക്കെ, അപ്പോൾ അതെന്താ ചെയ്യുക? അതിനെ എന്ത് ചെയ്യണം? റിട്രീവ് ചെയ്യണം. ഓക്കെ, ദ പ്രീവിയസ്ലി സ്റ്റോർഡ് കണ്ടൻറ്റ് ഓഫ് IP and CS along with the flags are retrieved into CS and IP. അപ്പോൾ നേരത്തെ സ്റ്റോർ ചെയ്ത അഡ്രസ്സ് കറൻറ്റ് CS and IP ആക്കും. അതുപോലെ തന്നെ ഫ്ലാഗ് രജിസ്റ്റേഴ്സും സെറ്റ് ചെയ്യും. എന്നിട്ട് നമ്മുടെ ആ മെയിൻ പ്രോഗ്രാം നമുക്ക് ബാക്കി എക്സിക്യൂട്ട് ചെയ്യാം.
സോ സബ് റൂട്ടീൻ്റെ എക്സിക്യൂഷൻ കഴിഞ്ഞു, അത് അവിടെ തീർന്നു. വി ആർ റിട്ടേണിങ് ബാക്ക് ടു എവിടെ നിർത്തിയിട്ടാണോ സബ് റൂട്ടീനിലോട്ട് പോയ അവിടെ നിന്ന് തന്നെ റീസ്റ്റാർട്ട് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് ദ പ്രീവിയസ്ലി സ്റ്റോർഡ് കണ്ടൻറ്റ് ഓഫ് ഐ പി ആൻഡ് സി എസ് എലോങ് വിത്ത് സ്റ്റാക്സ് ആർ റിട്രീവ്ഡ് ഇൻ ടു സി എസ് ആൻഡ് ഐ പി. ഇപ്പോഴത്തെ സി എസ് ആൻഡ് ഐ പി ഏതായാലും മെയിൻ പ്രോഗ്രാമിൽ നിന്ന് നിർത്തി സബ് റൂട്ടീനിലോട്ട് പോകുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു കാര്യം സ്റ്റാക്കിലുണ്ടാവും. അതിൻ്റെ കറസ്പോണ്ടിങ് സി എസ് ആൻഡ് ഐ പി അവിടെ കാണും. അത് അവിടെ നിന്ന് റിട്രീവ് ചെയ്ത് ഇപ്പോഴത്തെ കറണ്ട് സി എസ് ആൻഡ് ഐ പി ആക്കുക. എന്നിട്ട് നമ്മൾ എക്സിക്യൂഷൻ ഫർദർ കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത്രയും ഓർക്കുക, വി ആർ റിട്ടേണിങ് ബാക്ക് ടു ദ മെയിൻ പ്രോഗ്രാം. ദാറ്റ് ഈസ് ഫോർ അതിനാണ് RET യൂസ് ചെയ്യുന്നത്. ദെൻ ദ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, നമ്മൾ റിട്ടേണിങ് ഫ്രം എ പ്രൊസീജിയർ ആണല്ലോ RET. അത് നിയർ അല്ലെങ്കിൽ ഫാർ പ്രൊസീജിയർ ആവുക. നിയർ മീൻസ് ദിസ് ടൈപ്പ് ഓഫ് ദ സെയിം സെഗ്മെൻറ്റ്. ഫാർ മീൻസ് anywhere in the memory. Okay. In the case of a far procedure, the current contents of SP points to IP and CS at the time of return. ഈ ഫാർ പ്രൊസീജിയർ ആണെങ്കിൽ ഇപ്പോഴത്തെ സ്റ്റാക്ക് പോയിൻ്റർ, കറണ്ട് കണ്ടൻറ്റ് ഓഫ് സ്റ്റാക്ക് പോയിൻ്റർ പോയിൻറ്റ്സ് ടു IP and CS at the time of return. While in the case of near procedure, it points only to IP. IPയുടെ മാത്രമേ ആവശ്യമുള്ളൂ, ബിക്കോസ് വേറെ കോഡ് സെഗ്മെൻറ്റിൻ്റെ കാര്യമില്ല, ബിക്കോസ് സെയിം സെഗ്മെൻറ്റിൽ തന്നെയല്ലേ അല്ലേ. ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് പ്രൊസീജിയർ ആൻഡ് SP കണ്ടൻസ് ദ RET ഇൻസ്ട്രക്ഷൻ ഈസ് ഓഫ് 4 types. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ ടൈപ്സിലും SP കണ്ടൻസിൻ്റെ ബേസിൽ RETനെ നമുക്ക് റിട്ടേൺ വിതിൻ സെഗ്മെൻറ്റ് ആഡിങ് 16-bit ഡിസ്പ്ലേസ്മെൻറ്റ് ടു ദ SP കണ്ടൻസ്, ദെൻ റിട്ടേൺ ഇൻ്റർ സെഗ്മെൻറ്റ് 2 segments, then return intersegment adding 16-bit immediate displacement to the SP contents. ഓക്കെ, ഈ ഒരു കേസസിൽ നമുക്ക് ഈ ഒരു 4 കേസ് പറയാം. അതായത് ഫോർ പ്രൊസീജിയർ ആണെങ്കിൽ ഓർക്കുക, കറൻറ്റ് കണ്ടൻറ്റ് ഓഫ് SP എന്ന് പറയുന്നത് പോയിൻറ്റ്സ് ടു IP ആൻഡ് CS അറ്റ് ദ ടൈം ഓഫ് റിട്ടേൺ. ഓക്കെ, ടൈം ഓഫ് റിട്ടേൺ. while in the case of a near procedure it only points to IP. അതിൻ്റെ ആവശ്യമുള്ളൂ, ബിക്കോസ് ഇറ്റ് ഇസ് ഇൻ ദ സെയിം സെഗ്മെൻറ്റ്. ഓക്കെ, അതിൻ്റെ ബേസിൽ നമ്മൾ ഈ 4 കേസ് പറയുന്നുണ്ട് റിട്ടേൺ RETക്ക്. ദെൻ interrupt type N. എക്സാമ്പിൾ കണ്ടോ, int 20H എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇൻട്രപ്റ്റ് സ്ട്രക്ചറിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ 000H ആയിരിക്കും. ദെൻ ആൻഡ് ഓൾസോ ഇൻസ്ട്രക്ഷണൽ പോയിൻ്ററിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ് 20 × 4. ഇറ്റ് ഈസ് എ type 4 ISR. ഓക്കെ, ഇൻട്രപ്റ്റ് സർവീസ് റിക്വസ്റ്റ്. മനസ്സിലാവുണ്ടോ? അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതായത് CS സ്റ്റാർട്ട് അഡ്രസ്സും ദെൻ ഇൻസ്ട്രക്ഷൻ പോയിൻ്ററിൻ്റെ വാല്യൂ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഓക്കെ, അതിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രപ്റ്റ് വെക്റ്റർ ടേബിളിൻ്റെ ഒരു അവസ്ഥയാണ് കാണിച്ചിരിക്കുന്നത്. അതായത് IPയുടെ ലോ വാല്യൂ, IPയുടെ ഹൈ വാല്യൂ, CS ലോ വാല്യൂ, CS ഹൈ വാല്യൂ, അങ്ങനെ 2 byte. ഓക്കെ, 2 bytes. മനസ്സിലാവുന്നുണ്ടോ? അതിപ്പോൾ നിങ്ങൾ ആ ഇൻട്രപ്റ്റ് വെക്റ്റർ ടേബിളിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിലും ഇറ്റ് ഈസ് ആൻ ഇൻട്രപ്റ്റ് സ്ട്രക്ചർ ഓഫ് 8086 ആണ്. അതിനകത്ത് 256 ഇൻട്രപ്റ്റ് ഉണ്ട്. സെഗ്മെൻറ്റ് അഡ്രസ് ഓഫ് ദി ഇൻട്രപ്റ്റ് സ്ട്രക്ചർ, സെഗ്മെൻറ്റ് അഡ്രസ് ഈസ് യൂഷ്വലി 00H ആയിരിക്കും. ഓഫ്സെറ്റ് വാല്യൂ എന്ന് പറയുന്ന ഈ ഒരു രീതിയിലായിരിക്കും അഡ്രസ്സ് ചെയ്യുന്നത്. പിന്നെ CS ആൻഡ് IP അഡ്രസ്സ് ഏത് രീതിയിലാണ് ഇൻട്രപ്റ്റ് സർവീസ് റിക്വസ്റ്റ് ഓർ ഇൻട്രപ്റ്റ് വെക്റ്റർ ടേബിളിൽ അറേഞ്ച് ചെയ്തേക്കുന്നത്. അതായത് ഒരു 16 bit എന്ന് പറയുന്ന സാധനം എങ്ങോട്ട് പോയിട്ടുണ്ട്, CS വേണ്ടി അടുത്ത 16 bit IPക്ക് വേണ്ടിയും പോയിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇൻട്രപ്റ്റ് INTO, ഇൻട്രപ്റ്റ് ഓൺ ഓവർഫ്ലോ, ഇത് എപ്പോഴായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക? ദെൻ ഓവർഫ്ലോ ഫ്ലാഗ് സെറ്റ് ആകുമ്പോഴാണ് ഈ ഒരു കമാൻഡ് എക്സിക്യൂട്ടഡ് ആവുന്നത്. ഇതിനും IPയുടെ CS അഡ്രസ്സ് നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ എന്നാണ് ഡിറൈവ് ചെയ്യുന്നത്. സോ INTO, ഇൻട്രപ്റ്റ് ഓൺ ഓവർഫ്ലോ, ദീസ് ഓൾ ആർ വാട്ട് unconditional control transfer instructions. Then next IRET, return from interrupt service routine. അതായത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തോ കാര്യം നിർത്തി ഇൻട്രപ്റ്റിൻ്റെ പുറകെ പോയി, ദെൻ തിരിച്ചു വന്നല്ലോ, അതിനാണ് IRET. ദെൻ ISR is called, ISR കോൾ ചെയ്തു, എന്നിട്ട് അവിടെ ഇൻട്രപ്റ്റിൻ്റെ കാര്യം കഴിഞ്ഞു. ദെൻ ബിഫോർ ട്രാൻസ്ഫറിങ് കൺട്രോൾ ടു ഇറ്റ്, ദെൻ എന്താ ചെയ്യുക? The CS, IP and flag are stored on the stack to indicate the location from where the execution to be continued after ISR. ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മളിപ്പം എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലത്തെ കോള് വരുവാണ്. ഓക്കെ, ദെൻ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ മെയിൻ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ്റെ സമയത്ത്, അതായത് ഏത് പോയിന്റിൽ നിന്നാണോ ഒരു വഴിതിരിക്കൽ വന്നത് അല്ലെങ്കിൽ ഒരു റീഡയറക്ഷൻ വന്നത്, ആ പോയിന്റിലെ കറൻറ്റ് വാല്യൂസ്, ആ വാല്യൂസ് എവിടെ സ്റ്റോർ ആയിട്ടുണ്ടാവും? CS, IP ആൻഡ് ഫ്ലാഗ് നമ്മൾ
സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, ദെൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്താണെങ്കിലും ഇൻട്രപ്റ്റ് ആണെങ്കിലും ഒരു സബ് റൂട്ടീൻ ആണെങ്കിലും എക്സിക്യൂട്ട് ചെയ്ത് തിരിച്ചു വന്നിട്ട് ഏത് പോയിന്റിൽ നിന്നാണ് എന്താ പറയുക മെയിൻ പ്രോഗ്രാമിൻ്റെ ഏത് പോയിന്റിൽ നിന്ന് എക്സിക്യൂഷൻ റിസീവ് ചെയ്യണമെന്ന് നമുക്ക് അറിയണ്ടേ അല്ലേ? സോ ഇതാണ് ISRൻ്റെ കേസിൽ സംഭവിക്കുന്നത്. ISR കോൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? ISRലോട്ട് കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കറൻറ്റ് സ്റ്റാറ്റസ് CS IP ആൻഡ് ഫ്ലാഗ് സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. വെൻ IRET ഈസ് എക്സിക്യൂട്ടഡ്, ഓക്കെ, IRET അതായത് റിട്ടേൺ ഫ്രം ഇൻട്രപ്റ്റ് സർവീസ് റുട്ടീൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ദ വാല്യൂ ഓഫ് IP, CS ആൻഡ് ഫ്ലാഗ് ആർ റിട്രീവ് ഫ്രം ദ സ്റ്റാക്ക് ടു കണ്ടിന്യൂ ദ എക്സിക്യൂഷൻ. അതായത് ഈ സാധനം പോലെ ഇത് RET എന്തിനായിരുന്നു? ഒരു പ്രൊസീജിയറിൽ നിന്ന് റിട്ടേൺ ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ ഇൻട്രപ്റ്റിൽ നിന്ന് റിട്ടേൺ ചെയ്യാനാണ് IRET. ഇപ്പോൾ ഓർക്കേണ്ട കാര്യം, എങ്ങോട്ട് ഡീവിയേറ്റ് ചെയ്യുന്നതിന് മുമ്പും ആ കറൻറ്റ് സിറ്റുവേഷൻ സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ആ സ്റ്റാക്കിലെ വാല്യൂ ഈ പറയുന്ന CS IP ആൻഡ് ഫ്ലാഗ് രജിസ്റ്ററിലോട്ട് റീസ്റ്റോർ ചെയ്തതാണ്. ഞാൻ പറഞ്ഞല്ലോ, വി ആർ ഡീലിംഗ് വിത്ത് ബ്രാഞ്ചിങ്. എൻറ്റയർ മാനിപ്പുലേഷൻ ഈസ് ഹാപ്പനിങ് ഓൺ ദ ബേസ് ഓഫ് CS IP. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്ന ജമ്പ്. ഇവിടെ അൺകണ്ടീഷണൽ ജമ്പാണ് കേട്ടോ. ഇൻട്രാ സെഗ്മെൻറ്റ് ജമ്പാണ് അതിന് എക്സാമ്പിൾ. ഷോർട്ട് ജമ്പ് ഉണ്ട്, നിയർ ജമ്പ് ഉണ്ട്, ഇൻ്റർ സെഗ്മെൻറ്റ് ജമ്പ്, ഫാർ ജമ്പ്. ഓക്കെ, അപ്പോൾ ഷോർട്ട് ജമ്പ്, നിയർ ജമ്പ്, ഫാർ ജമ്പ്. ഇൻട്രാ സെഗ്മെൻ്റ് ആണെങ്കിൽ ഷോർട്ട് ജമ്പ്, നിയർ ജമ്പ്. ദെൻ ഇൻ്റർ സെഗ്മെൻ്റ് ആണെങ്കിൽ ഫാർ ജമ്പ്. ദെൻ ഷോർട്ട് ജമ്പ് എന്ന് പറഞ്ഞാൽ 2 byte ഇൻസ്ട്രക്ഷനാണ്. ജമ്പ് വിത്തിൻ ദ സെയിം സെഗ്മെൻറ്റ് ഇൻ എ റേഞ്ച് ആൻഡ് മിനിമം ഒരു 127 byte to -128 byte വരെ ആവുള്ളൂ ആ ഒരു ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെയാണ് നിയർ ജമ്പ്. ഓക്കെ, എനിവേർ സെയിം സെഗ്മെൻറ്റിൽ തന്നെ. ഫാർ ജമ്പ് എന്ന് പറഞ്ഞാൽ എവിടെ ഇൻ്റർ സെഗ്മെൻ്റ് ആണ്, ആ ഒരു 1 MB മെമ്മറിയിൽ എങ്ങോട്ട് വേണമെങ്കിലും ജമ്പ് ചെയ്യാം. ദീസ് ഓൾ ആർ അൺകണ്ടീഷണൽ ഇൻ ദിസ് കേസ്. ദെൻ കണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ അൺകണ്ടീഷണൽ അവിടെ നമ്മൾ തീർക്കുകയാണ്. അൺകണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ തീർത്തു. അൺകണ്ടീഷണലിൽ വരുന്നതായിരുന്നു നമ്മുടെ കോളിൽ തന്നെ നിയർ കോൾ ഉണ്ട്, ഫാർ കോള്, പിന്നെ RET ഓർക്കുക, ഇറ്റ് ഈസ് റിട്ടേണിംഗ് ഫ്രം പ്രൊസീജിയർ. വെൻ എവർ വി ആർ റിട്ടേണിംഗ് ഫ്രം പ്രൊസീജിയർ, the content of IP, CS along with flag is retrieved from the stack and execution starts from that position. Alle, restart from that position. Then based on this arrangement, RET can be classified into 4: return within segment, return within segment adding this displacement, then return intersegment, then return intersegment by adding displacement. Okay, then interrupt type of N or interrupt service routine. അതിൻ്റെ ഓഫ്സെറ്റ് വാല്യൂ എങ്ങനെ കിട്ടും, സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് എങ്ങനെ കിട്ടും, അതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, അതാണ് ഇതിനകത്ത് പറയുന്നത്. ഇതെല്ലാം അൺകണ്ടീഷണലാണ്. ഇനി INTO, ഇൻട്രപ്റ്റ് ഓൺ ഓവർഫ്ലോ വന്നു കഴിഞ്ഞാൽ ഈ ഇൻട്രപ്റ്റ് ഇൻസ്ട്രക്ഷൻ ഓൺ ആവും. ദാറ്റ് മീൻസ് ദർ ഈസ് എ ഡീവിയേഷൻ. ഓവർഫ്ലോ ഫ്ലാഗ് സെറ്റ് ചെയ്താൽ then IRET, return from interrupt service routine. ISR means interrupt service routine. Okay, return from interrupt service routine. Whenever we are returning from an interrupt service routine, what is happening? We are retrieving the values of IP, CS and other flags from the stack, and we are continuing the execution of the main program from that point. Okay, then we are dealing with jump. That is an unconditional jump. It consists of short jump, near jump and far jump. Then we are moving to conditional branch instructions. Conditional branch instructions പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഓക്കെ, എക്സിക്യൂഷൻ കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ബേസ്ഡ് ഓൺ ദ അഡ്രസ് സ്പെസിഫൈഡ് റിലേറ്റീവ്ലി ഇൻ ദ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ എക്സിക്യൂഷൻ കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യേണ്ട അഡ്രസ്സ് നമ്മുടെ ഇൻസ്ട്രക്ഷനിൽ എവിടെയെങ്കിലും റിലേറ്റീവ്ലി കൊടുത്തിട്ടുണ്ടാവും. ഇഫ് ഇല്ലിസിറ്റ് അല്ല കേട്ടോ, അത് തെറ്റിയതാണ്, ഞാൻ അത് കറക്റ്റ് ചെയ്തോളാം. ഇഫ് ദ കണ്ടീഷൻ, അതായത് ഇഫ് ദ ഇംപ്ലിസിറ്റ്, അതിനകത്തൊരു കണ്ടീഷൻ ഉണ്ടാവും. ഇത് കണ്ടീഷണൽ അല്ലേ? ദി ഇംപ്ലിസിറ്റ് കണ്ടീഷൻ ഈസ് മെറ്റ്, അതർവൈസ് ഫോളോ സീക്വൻഷ്യലി. അപ്പോൾ എന്തെങ്കിലും ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ടാവും ആ കറസ്പോണ്ടിങ് കണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷനിൽ. ആ കണ്ടീഷൻ മെറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞേക്കുന്നത്, അതായത് ആ ഇൻസ്ട്രക്ഷനിൽ, ആ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞ അഡ്രസ്സിലോട്ട് മൂവ് ചെയ്യും. അതായത് ഒരു കണ്ടീഷനെ ബേസ് ചെയ്ത് മാത്രം വാട്ട് വി ആർ ഡൂയിങ് ദ കൺട്രോൾ ട്രാൻസ്ഫർ ഓർ ബ്രാഞ്ചിങ്. ഓക്കെ, ഇംപ്ലിസിറ്റ് ആയിട്ടുള്ള, ഇല്ലിസിറ്റ് അല്ലാട്ടോ, അതെനിക്ക് മാറിയതാണ്, ഞാൻ കറക്റ്റ് ചെയ്തോളാം. ഇംപ്ലിസിറ്റ് കണ്ടീഷൻസ് മെറ്റായാൽ, അതല്ല ആ കണ്ടീഷൻ മെറ്റാവുന്നില്ലെങ്കിൽ ഇപ്പോൾ അതുപോലെ സീക്വൻഷ്യലി അത് ഫോളോ അപ്പ് ചെയ്യും. ദെൻ കണ്ടീഷൻ എങ്ങനെ, ഏത് കണ്ടീഷനാണ് എന്ന് നമ്മളെ മീൻസ് എന്തിൻ്റെ ബേസിൽ നമ്മൾ അതായത് കണ്ടീഷൻസ് എന്ന് പറഞ്ഞു. ഇവിടെ കണ്ടീഷൻ മെറ്റ് ചെയ്താൽ മാത്രമാണ് ഫോളോ അപ്പ് ചെയ്യുന്നത്. എങ്ങനെയാണ് കണ്ടീഷൻ, എന്തിൻ്റെ ബേസിലാണ് കണ്ടീഷൻ സെറ്റ് ചെയ്യുന്നത്? സോ ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ദ കണ്ടീഷൻ ഓഫ് സ്റ്റാറ്റസ് കോഡ് ഫ്ലാഗ്സ്. അതായത് കണ്ടീഷൻ ക്ലോഡ് ഫ്ലാഗിൻ്റെ സ്റ്റാറ്റസ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ നിങ്ങൾ കാണും, എക്സാമ്പിൾ കാണുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവുമേ. അപ്പോൾ എക്സിക്യൂഷൻ കൺട്രോൾ ട്രാൻസ്ഫർ ആവുന്നു ഒരു അഡ്രസ്സിലോട്ട്. ആ അഡ്രസ്സ് മിക്കവാറും ആ ഇൻസ്ട്രക്ഷനിൽ തന്നെ കാണും. ആ അഡ്രസ്സിലോട്ട് കൺട്രോൾ ട്രാൻസ്ഫർ ആവണമെങ്കിൽ വേണ്ട ഒരു നിബന്ധന ആ ഇംപ്ലിസിറ്റ് കണ്ടീഷൻ മെറ്റായിട്ടുണ്ടാവണം.
അങ്ങനെ ഇംപ്ലിസിറ്റ് ആയിട്ടുള്ള കണ്ടീഷൻ എന്തിൻ്റെ ബേസിസിലാണ് നമ്മൾ കൊടുക്കുന്നത്? സ്റ്റാറ്റസ് ഓഫ് by keeping or by denoting the status of condition code flags. ദെൻ ഈ കേസിൽ കണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ്റെ കേസിൽ ഷോർട്ട് ജംപ്സ് മാത്രമേ പറ്റുള്ളൂ. അതായത് ഇതുപോലെ ഫാർ ജംപ് അതുപോലത്തെ സാധനങ്ങൾ പറ്റില്ല. സോ ഷോർട്ട് ജംപ്സ് ആർ ഓൺലി അലൗഡ്. ദെൻ ഈ കേസിൽ ഇനി നമ്മൾ കാണാൻ പോകുന്ന എക്സാമ്പിൾസ് ലേബൽസ് ആണ് കൊടുത്തേക്കുന്നത്. അതായത് അഡ്രസ്സസിന് പകരമാണ് ലേബൽസ് എന്ന് പറഞ്ഞ ടേം ഉപയോഗിക്കുന്നത്. Actually, labels are displacements, okay, and addresses are specified relatively in terms of displacement. അതാണ് അതിൻ്റെ ഒരു ഇത്. കാരണം ഈ ഒരു ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം കണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് ആണ് 16 എണ്ണം ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ജെ ഇസെറ്റ്, ജംപ് ഓൺ 0. ഈ ഇസെറ്റ് മീൻസ് ഞാൻ പറഞ്ഞു ഇവിടെ വി ആർ ഡിനോട്ടിങ് കണ്ടീഷൻ ബേസ്ഡ് ഓൺ ദ സ്റ്റാറ്റസ് ഓഫ് കണ്ടീഷൻ കോഡ് ഫ്ലാഗ്സ്. ഇസെറ്റ് ഈസ് എ കണ്ടീഷൻ കോഡ് ഫ്ലാഗ്. ഇസെറ്റ് എന്ത് ഫ്ലാഗാണ്? 0 ഫ്ലാഗ്. സോ അത് സെറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ റീസെറ്റ് ചെയ്യുന്നു. അതിൻ്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്രാഞ്ചിങ് ചെയ്യിക്കുന്നു. അതുപോലെ തന്നെ താഴത്തോട്ട് പറഞ്ഞേക്കണ എല്ലാം. ഓക്കെ, എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം 0 ഫ്ലാഗിൻ്റെ ബേസിസിലല്ല. എസ് എന്ന് പറഞ്ഞാൽ സൈൻ ഫ്ലാഗ്, എൻ എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ ഫ്ലാഗ് 0 ആകുമ്പോൾ. ഇതേ കണ്ടോ? ഓ എന്ന് പറഞ്ഞാൽ ഓവർഫ്ലോ ഫ്ലാഗ്. അങ്ങനെ കണ്ടീഷൻ കോഡ് ഫ്ലാഗിൻ്റെ ബേസിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? കണ്ടീഷൻ കോഡ് ഫ്ലാഗിൻ്റെ സ്റ്റാറ്റസ് നോക്കും. അപ്പോൾ അതിൻ്റെ ആ ബേസിസിലാണ് നമ്മൾ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണേ. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രം നമ്മൾ എന്ത് ചെയ്യും? ബ്രാഞ്ച് ചെയ്തു പോകും. ഓക്കെ, ദെൻ ഫസ്റ്റ് വൺ JZ/JE ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ കൊടുത്തേക്കുന്ന ലേബിളായിട്ടാണ്. സോ എന്താ സംഭവിക്കുന്നത്? ഈ ഒരു കണ്ടീഷൻ എക്സിക്യൂട്ട് അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ടായ ട്രാൻസ്ഫർ എക്സിക്യൂഷൻ കൺട്രോൾ ടു അഡ്രസ് ലേബൽ ഇഫ് ഏത് കേസിൽ മാത്രം? ZF1 ആണെങ്കിൽ, അതായത് 0 ഫ്ലാഗ് 1 ആണെങ്കിൽ, 0 ഫ്ലാഗ് 1 ആണെങ്കിൽ അല്ലെങ്കിൽ 0 ഫ്ലാഗ് സെറ്റ് ചെയ്താൽ, 0 ഫ്ലാഗ് സെറ്റ് ചെയ്യുക എന്നുള്ളത് 0 ഫ്ലാഗിൻ്റെ ഡീഫോൾട്ട് വാല്യൂ 0 ആണ്. അത് 1 ആവുക എന്നുള്ളത് സെറ്റായി. ദാറ്റ് മീൻസ് വി ആർ ഡീലിംഗ് വിത്ത് 2 ഈക്വൽ വാല്യൂസ്. ഈക്വൽ കണ്ടീഷനാണ് അതിനോട്ട്. അതാണ് ഈക്വൽ JE കണ്ടാ. സോ നെക്സ്റ്റ് വൺ JInSet/JNE. അതെന്നായിരിക്കും? ട്രാൻസ്ഫർ എക്സിക്യൂഷൻ കൺട്രോൾ ടു അഡ്രസ് ലേബൽ ഇഫ് ZF is equal to 0. NZ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നോട്ട് സെറ്റ്, നോട്ട് ഈക്വൽ. അപ്പം നോട്ട് ഈക്വലിൻ്റെ കണ്ടീഷൻ എന്തായിരിക്കും? 0 ഫ്ലാഗ് 0 ആവുന്നത്. ദെൻ JS എന്ന് പറഞ്ഞാലോ ട്രാൻസ്ഫർ എക്സിക്യൂഷൻ കൺട്രോൾ ടു അഡ്രസ് ലേബൽ ഇഫ് SF സൈൻ ഫ്ലാഗ് അത് 1 ആണെങ്കിൽ. നെക്സ്റ്റ് കേസിൽ SF 0 ആണെങ്കിൽ മാത്രം JNSൽ. ദെൻ JO ആണെങ്കിൽ OF 1 ആണെങ്കിൽ, JNO ആണെങ്കിൽ OF 0 ആണെങ്കിൽ, JP ആണെങ്കിൽ PF പാരിറ്റി ഫ്ലാഗ് 1 ആണെങ്കിൽ, അതായത് പാരിറ്റി ഫ്ലാഗ് 1 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിനോട്ടിങ് ആൻ ഈവൻ പാരിറ്റി. ഇനി JNP പാരിറ്റി ഫ്ലാഗ് 0 ആണെങ്കിൽ. ഇനി അടുത്തത് എന്താ? CF ക്യാരി ഫ്ലാഗിൻ്റെ ബേസിൽ. ഓക്കെ, ക്യാരി ഫ്ലാഗ് 1 ആണെങ്കിൽ എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യണം. ദെൻ JNB, JAE JNC CF 0 ആണെങ്കിൽ. അപ്പോൾ ഇതെല്ലാം നോക്കുക കേട്ടോ. ലാസ്റ്റ് വൺ നോട്ട് ഈക്വൽ അത് ഏത് കേസിലാണ്? ട്രാൻസ്ഫർ എക്സിക്യൂഷൻ കൺട്രോൾ ടു അഡ്രസ് ലേബൽ ഇഫ് ZF is equal to 0 or at least any one of SF and OF or both SF and OF are not 0. ഓക്കെ, അപ്പോൾ ഇത് 16 എണ്ണം 2-3 എണ്ണം നോക്കി വെക്കണം. ഓക്കെ, ഇനി ഒരു ഈ പറഞ്ഞ കേസിൽ ഒരു എക്സെപ്ഷൻ. ഞാൻ പറഞ്ഞു എപ്പോഴും നമ്മൾ കണ്ടീഷണൽ ബ്രാഞ്ച് ചെക്കിങ്ങിൽ വി ആർ ഡിപ്പെൻഡിങ് ഓൺ ദ കണ്ടീഷൻ ഓഫ് സ്റ്റാറ്റസ് ഫ്ലാഗ്സ്, റൈറ്റ്? സോ ഈ സ്റ്റാറ്റസ് ഫ്ലാഗിൻ്റെ കണ്ടീഷൻ ഡിപ്പെൻഡ് ചെയ്യാത്ത ഒരു ജമ്പ് ഇൻസ്ട്രക്ഷൻ ഉണ്ട്, JCXZ ഇസ് എ എക്സെപ്ഷൻ. ഇതിനകത്ത് എന്താ സംഭവിക്കുന്നത്? ജമ്പ് സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് പറയും? CX 0 ആകുമ്പോൾ. യൂസ് ടു ജമ്പ് ടു ദ പ്രൊവൈഡഡ് അഡ്രസ് ഇഫ് CX is equal to 0. ഓക്കെ, CX 0 ആകുമ്പോൾ കറസ്പോണ്ടിങ് ഈ പറഞ്ഞ അഡ്രസ്സിലോട്ട് ജമ്പ് ചെയ്യും. ഓക്കെ, ഈ കേസിൽ കണ്ടീഷൻ കോഡ് ഫ്ലാഗ് ചെക്ക് ചെയ്യുന്നില്ല കേട്ടോ, എക്സെപ്ഷൻ അല്ലേ? JCXZ. ഇനി ഫൈനലി വി ആർ ഹാവിങ് ലൂപ്പിംഗ് ഇൻസ്ട്രക്ഷൻ ഫോർ വാട്ട്? ലൂപ്പ് മീൻസ് എന്താണ്? ഫസ്റ്റ് വൺ വി ആർ ഡീലിംഗ് വിത്ത് എ unconditional loop, that is move CX is equal to 3, then loop ADR, decrement CX by 1 and check if CX is equal to 0. If not true, CX 0 അല്ലെങ്കിൽ jump to ADR. ഓക്കെ, അതായത് ഈ കൗണ്ട് 0 ആവുന്നത് വരെ എന്ത് ചെയ്യും? ഈ പറയുന്ന അഡ്രസ്സിലോട്ട്, അതായത് കണ്ടിന്യൂസ്ലി ലൂപ്പ് ചെയ്യും 0 ആവുന്നത് വരെ. നെക്സ്റ്റ് കേസ് ലൂപ്പ് Z bar ലൂപ്പ് E.
decrement CX register and jump to define label till it satisfies CX is equal to 0 and ZF is equal to 1. അപ്പോൾ സി എക്സ് രജിസ്റ്ററിൽ ഒരു വാല്യൂ ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ ആ വാല്യൂ ഡിക്രിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ഈ ഒരു ലൂപ്പിംഗ്, അതായത് ലൂപ്പ് ഇസഡ് ബാർ ലൂപ്പ് ചെയ്യുകയാണെങ്കിൽ എവിടെ വരെ പോകും? ടിൽ സി എക്സ് ഈസ് ഈക്വൽ ടു 0 ആൻഡ് ഇസഡ് എഫ് ഈക്വൽ ടു 1. ഇസഡ് എഫ് ഈക്വൽ ടു 1 മീൻസ് 0 ഫ്ലാഗ് റീസെറ്റ് ആവും, ഓർ ഇറ്റ് ഈസ് ആൻ ഈക്വൽ സിറ്റുവേഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ തിരിച്ച് സി എക്സ് 0 ആവും, പക്ഷേ ദർ ഈസ് നോ മാച്ച്, ദാറ്റ് ഈസ് ഇസഡ് ഓഫ് 0. ഓക്കെ, റീസെറ്റ് ചെയ്യല്ല, സെറ്റ് ചെയ്തേക്കുമല്ല, ഇസഡ് ഓഫ് 0 തന്നെയാണ്. സോ ആദ്യം പറഞ്ഞ ലൂപ്പ് ഈസ് ആൻ അൺകണ്ടീഷണൽ, സെക്കൻഡ് പറഞ്ഞ രണ്ടെണ്ണം ഈസ് കണ്ടീഷണൽ ലൂപ്പിംഗ്. സോ ലൂപ്പിംഗ് ഇൻസ്ട്രക്ഷൻ ഇത്രയായിരുന്നു നമ്മുടെ ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ ഇതോടുകൂടി ആ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ ആ പാർട്ട് കംപ്ലീറ്റ് ചെയ്തു നമ്മൾ.